Hello, everybody. We are back here with our Gallant test discussion. The first test was on NCERT, basically from 6th standard to 12th standard, the basic NCERT set. ഈ പേപ്പറിന്റെ അകത്ത് എല്ലാ സബ്ജക്റ്റുകളും ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ ഈ ഡിസ്കഷന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാന്നുള്ളതല്ല, ബട്ട് നിങ്ങളുടെ അപ്രോച്ച് എന്തായിരിക്കണം ഓരോ ക്വസ്റ്റ്യനിലേക്ക് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. മേജർലി ക്വസ്റ്റ്യൻസിനെ നമ്മൾ 4 ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നിലേക്കുള്ള അപ്രോച്ച് എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മൾ ബേസിക്കലി നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ബട്ട് ബിഫോർ ഗോയിങ് ടു ദ ഡിസ്കഷൻ, ഫസ്റ്റ് പറയാനുള്ളത്, ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു ഡൗട്ടാണ് ഇത് എങ്ങനെ ക്വസ്റ്റ്യനെ നമ്മൾ പ്രൊസീഡ് ചെയ്യണം എന്നുള്ളത്. നമ്മളൊരു 100 ക്വസ്റ്റ്യൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കൈ കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് ഒരാൾ ഒരു പേപ്പർ ചെയ്യണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് തരം ക്വസ്റ്റ്യൻസ് ആണ് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് എന്നുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എന്ത് വേണം, ആ പേപ്പറിന്റെ അകത്ത് വേണം. അതുകൊണ്ട് ബേസിക്കലി നമുക്ക് ഈ ഒരു പേപ്പറിനെ, ഏതൊരു പേപ്പറിനെയും, ബീറ്റ് എനി പ്രിലിംസ് പേപ്പർ ഓഫ് എനി ഇയേഴ്സ് ഓർ നമ്മുടെ ഏതെങ്കിലും ടെസ്റ്റ് സീരീസ് ആണെങ്കിലും, നിങ്ങൾ ഏത് ടെസ്റ്റ് സീരീസ് എടുത്താലും 4 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും സബ്ജക്റ്റീവ്ലി നിങ്ങളുടെ കാറ്റഗറൈസ് ചെയ്ത് വരിക. ഓക്കെ, അതിൽ ഫസ്റ്റ് എന്നുള്ളത് ഏതാണ്? നോളജ് റീകോൾ ക്വസ്റ്റ്യൻസ് ആണ്. സ്ട്രേറ്റ്ലി നിങ്ങളോട് ചോദിക്കുന്നു എന്താണ്, ഇന്ന കാര്യം അറിയാവോ ഇല്ലയോ എന്ന് മാത്രം. They have been asking you directly whether you know this fact or not. For example, suppose I'm asking you which of the following are present by the 42nd Constitutional Amendment Act. അല്ലെങ്കിൽ മണി ബില്ലിന്റെ എന്താണ് ഭേദഗതി, മണി ബില്ലിന്റെ പ്രൊസീജിയർ എന്താണ്. അപ്പം വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള, വളരെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ ഓർത്തെടുത്ത് എഴുതേണ്ട ക്വസ്റ്റ്യൻസ്, അതാണ് നമ്മൾ നോളജ് റീകോൾ എന്നുള്ള കാറ്റഗറിയിൽ എടുക്കുന്നത്. അപ്പൊ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് നോക്ക്. Begin with what you already know, you already studied, or what you have been preparing for the last 2 or 3 years or 1 year, but conceptually and factually, maybe the factual side നിന്നാവാം, conceptually ആവാം. ഓക്കെ, അപ്പൊ നമ്മളൊരു പേപ്പർ തുടങ്ങുമ്പോൾ ജനറലി നമ്മൾ പറയാറുണ്ട് എന്താണ്, റൗണ്ടുകളിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ചിലവർ 2 റൗണ്ടിൽ ചെയ്യുന്നവരുണ്ട്, 3 റൗണ്ടിൽ ചെയ്യുന്നവരുണ്ട്. ബേസിക്കലി റൗണ്ടിന്റെ ഐഡിയോളജി എന്താണ്? റൗണ്ടിന്റെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി ആ പേപ്പർ ചെയ്തു വരുമ്പോൾ, ഇനീഷ്യലി നമ്മൾ ഫസ്റ്റ് നോക്കിൽ നമുക്ക് എന്ത് കിട്ടൂല, പേപ്പറിന്റെ ഒരു പൾസ് എന്താണെന്നോ നമുക്ക് കിട്ടില്ല. അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ തൊട്ട് നമ്മൾ 100 ക്വസ്റ്റ്യൻ വരെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഏതായിരിക്കും? ഈ നോളജ് റീകോൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ക്ലാസ്സിലോ ബുക്കുകളിലോ വായിച്ചോ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ നേരിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെലിവർ ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഏത് പ്രിലിംസ് പേപ്പർ എടുത്താലും, ഏത് ടെസ്റ്റ് സീരീസ് എടുത്താലും, ലെസ് ദാൻ 20 to 25 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് ഗ്യാരണ്ടീഡ് ആണ്. ബട്ട് ലെവൽ ഓഫ് പ്രിപ്പറേഷൻ വെച്ചിട്ട് എന്ത് മാറ്റം വരാം. ഇഫ് യു ആർ എ വെറ്ററൻ ലൈക്ക് അറൌണ്ട് 3-4 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കേട്ട കാരണം നോളജ് റീകോൾ എന്ന ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ടാവും, മെയിൻലി ചിലപ്പോൾ ഒരു 30 ക്വസ്റ്റ്യൻസ് വരെ പോകാം. ചിലപ്പോൾ നിങ്ങൾ ഒരു അണ്ടർ പ്രിപ്പയർഡ് ആയിട്ടുള്ള, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 10 to 15 ക്വസ്റ്റ്യൻ വരെ പോകാം. ബട്ട് ഡെഫിനറ്റ്ലി ദർ ഇസ് വൺ തിങ്, നിങ്ങൾ എവിടെ പോകൂല, 25-30 ക്വസ്റ്റ്യൻ മുകളിലേക്ക് പോകാൻ വളരെ ഡിഫിക്കൽട്ട് ആണ്. ദർ മൈറ്റ് ബി എക്സെപ്ഷണൽ. ഫോർ എക്സാമ്പിൾ ക്വിസിനൊക്കെ പോകുന്നവർക്ക് എന്ത് പോകുന്നുണ്ടാവും, ചിലപ്പം ഒരു 30 മുകളിൽ പോകുന്നുണ്ടാവും. ബട്ട് ദർ ഇസ് മാറ്റർ ഓഫ് ഫാക്ട്, ഏതൊരു പ്രിലിംസ് പേപ്പർ എടുത്താലും നിങ്ങൾ ആ ഫസ്റ്റ് റൗണ്ടിൽ പോകുമ്പോഴത്തേക്കും എങ്ങനെ പോയാലും വളരെ നോളജ് റീകോൾ എന്ന രീതിക്ക് എന്താണ്, നമുക്കൊരു 20, 30, 15, 20 ക്വസ്റ്റ്യൻസിന് എന്തില്ല, മുകളിൽ പോകില്ല. സെർട്ടൻലി അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുക, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ള, പാസ്സാവാനുള്ള മാർക്കും കിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പം ജനറലി നമ്മൾ കാണുക, അപ്പം എൻ്റെ ഒരു കഴിഞ്ഞ ഒരു 3-4-5 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഒരു 10 to 15 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു നോളജ് റീകോൾ കാറ്റഗറി. അത് തന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ 10, 15, 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ വരിക. അപ്പൊ നമ്മൾ അതെന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ വളരെ ഫാക്ച്വൽ ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ചെയ്തു പോകുന്നു. ഓക്കെ, ബട്ട് ജനറലി പേപ്പർ കൈവിട്ടു പോകണോ, നമ്മൾ എഴുതണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്, നമ്മൾ കയറണോ എന്ന് തീരുമാനിക്കപ്പെടുന്ന സെക്കൻഡ് കാറ്റഗറി ക്വസ്റ്റ്യൻസിലാണ്. ഈ സെക്കൻഡ് കാറ്റഗറി ക്വസ്റ്റ്യൻസിന്റെ എന്താണ്, അപ്ലൈഡ് അണ്ടർസ്റ്റാൻഡിങ്. പലപ്പോഴും നമുക്ക് അതിന്റെ ബേസിക് കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, നമുക്ക് അറിയായിരിക്കും നമ്മൾ അതിനാണ്. പക്ഷെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പം നമ്മുടെ ആ ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എന്തില്ല, നമ്മൾ ഉത്തരത്തിലേക്ക് വരില്ല, അല്ലെങ്കിൽ തെറ്റായ ഉത്തരത്തിലേക്ക് പോവാം. അവിടെയാണ് നമ്മുടെ UPSC പ്രിലിംസിന്റെ ക്രക്സ് കിടക്കുന്നത്. നമ്മൾ 70, എപ്പോഴും ഞാൻ കേൾക്കുന്ന ഒരു ഇതാണ്, നമ്മൾ ബോർഡറിൽ നിൽക്കുകയാണ്, 70-80 മാർക്കിന്റെ ബോർഡറിൽ നിൽക്കുക എന്നുള്ളത്. ഈ ബോർഡറിൽ നിന്ന് അപ്പുറത്തേക്ക് നമ്മൾ എങ്ങനെയാണ് ചാടുക, ഈ പറയുന്ന കാറ്റഗറി ക്വസ്റ്റ്യൻസിനെ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ്, ടാക്കിൾ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക. സോ ഇവിടെ ഞാൻ എക്സ്ട്രീംസിനെ പറ്റിയിട്ടോ ഒള്ളിയോ അതൊന്നും അല്ല പറയുന്നത്. ഹൗ ടു ബൂസ്റ്റ് യുവർ ക്രിട്ടിക്കൽ തിങ്കിങ് ഇൻ ദിസ് എലമെന്റ് എന്നുള്ളതാണ് നമുക്ക് മെയിൻ ആയിട്ട് എന്ത് ചെയ്യേണ്ടത്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. യു മൈറ്റ് നോ ദി കോൺസെപ്റ്റ്, ബട്ട് വെൻ യു സ്റ്റാർട്ട് തിങ്കിങ് ഓവർ ദി ക്വസ്റ്റ്യൻ, ആ എക്സാം ഹാളിന്റെ അകത്തിരുന്ന് കാമായിട്ട് ആ ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അത് കൺവേർട്ട് ആവുന്നത്. സോ ഫസ്റ്റ് 2 കാറ്റഗറീസിന്റെ പ്രത്യേകത മീൻസ് യു ഹാവ് നോൺ ദാറ്റ് സബ്ജക്ട്,
ഒന്നിൽ നിങ്ങൾക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നു, രണ്ടാമത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഡയറക്റ്റ്ലി ആൻസർ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ലോജിക് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, സോ ഫസ്റ്റ് കാറ്റഗറിയിൽ ഞാൻ ഒരു 20-30 ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞെങ്കിൽ, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു വലിയ ക്രക്സ് നമ്മൾ എവിടുന്ന 45 ക്വസ്റ്റ്യൻസ് നമ്മൾ എവിടുന്നാണ് സോൾവ് ചെയ്യുക, ജനറലി അപ്ലൈഡ് അണ്ടർസ്റ്റാൻഡിംഗിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, അഡ്രസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്കോറിൽ നിന്നൊരു 60-70 റേഞ്ചിൽ നിന്നൊരു 90-100 സ്കോറിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, എത്തിക്കാം. ഓക്കെ, പിന്നെ ചിലവർ ഫോഴ്സ് ഒക്കെ എഴുതുന്നവർ, ഫോറസ്റ്റ് സർവീസ് ഒക്കെ എഴുതുന്നവരുണ്ടാവും. അവരെ സംബന്ധിച്ചോളം കുറച്ചുകൂടെ കട്ട് ഓഫിന് മുകളിലേക്ക് കയറി വരേണ്ടി വരും. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചോളം ഈ 3ും 4ാമത്തെ സ്കിൽ, എല്ലാവർക്കും ആ സ്കിൽ ഇമ്പോർട്ടന്റ് ആണ്, ബട്ട് അങ്ങനെയുള്ളവരെ സംബന്ധിച്ചോളം ഈ 3ും 4ാമത്തെ സ്കിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒന്നെന്താണ്, പ്യുവർ ലോജിക്. നമ്മൾ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവാം, ബട്ട് വി ഡു നോട്ട് നോ ദാറ്റ് കോൺസെപ്റ്റ്. ബട്ട് സ്റ്റിൽ നമ്മൾ ഇതിന്റെ അകത്തോടെ വായിക്കാൻ തുടങ്ങും. ക്വസ്റ്റിന്റെ അകത്തോടെ, ക്വസ്റ്റിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ കോൺട്രഡിക്ടറി ആയിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് അകത്ത് തന്നെയുള്ള കാര്യങ്ങൾ എന്തായിരിക്കും, കോൺട്രഡിക്ടറി ആയിരിക്കും, ഇതിരിക്കില്ല. നമുക്ക് ആ കാര്യങ്ങളെ പറ്റി ഒരു വേഗ അറിവ് ഉണ്ടാവാം, പക്ഷെ എന്താണ്, നമുക്ക് ആ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുന്ന എവിടെ നിന്നായിരിക്കും, അതിന്റെ അകത്തുനിന്നായിരിക്കും, അതായത് ആ പറയുന്ന ക്വസ്റ്റിന്റെ അകത്തുനിന്നായിരിക്കും. അതാണ് ഒരു പ്യുവർ ലോജിക്. എന്റെ ഒരു എക്സ്പീരിയൻസിൽ അതൊരു 5 to 10 ക്വസ്റ്റ്യൻസ് വരെ എന്ത് ചെയ്യാം, ഒരു പേപ്പറിൽ അങ്ങനെ പോകാം. ഓക്കെ, 5 to 10 ഡിപ്പെൻഡിംഗ്ലി, ചിലപ്പോൾ നല്ല ഹൈലി ലോജിക്കൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ 10 എണ്ണം. എന്നെ സംബന്ധിച്ചോളം അത്ര ലോജിക്കൽ ലെവൽ ഹൈ അല്ല ഒരു പേഴ്സൺ എന്ന രീതിയിൽ എന്തായിരിക്കും, ഒരു 5-10 എന്ന രീതിക്കൊക്കെ എനിക്ക് നിൽക്കാം, ഒരു ആവറേജ് ആളെ സംബന്ധിച്ചോളം. അതിലും കൂടുതലായിരിക്കാം ചില ആൾക്കാർക്ക് ലോജിക്കലി പോകുന്ന സിറ്റുവേഷൻസ്. ഇനി ലാസ്റ്റ് ആണ് ഇൻറ്റ്യൂട്ടീവ് ജഡ്ജ്മെന്റ്. ഇൻറ്റ്യൂട്ടീവ് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ട വലിയ നോളജ് ഒന്നുമില്ല. പ്യുവർ ലോജിക് എന്ന് പറയുമ്പോൾ വി ഹവ് ഹേർഡ് ദാറ്റ് റോഡ്, പക്ഷെ ഇതിനെപ്പറ്റി വലിയ തീരെ ഇൻഫോർമേഷൻ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ലൈഫ് എക്സ്പീരിയൻസസ് ഉണ്ടാവാം ഇതിനെ പറ്റിയിട്ട്. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ ഞാൻ പറയാണ്, കശ്മീരിൽ മെഡിറ്റേറിയൻ ക്ലൈമറ്റ് ആണോ ഇല്ലയോ എന്നൊരു ഡൗട്ട് വരികയാണ്. അപ്പം ഇങ്ങനെ ആലോചിക്കുക, കശ്മീരിൽ ഇപ്പൊ മെഡിറ്റേറിയൻ ക്ലൈമറ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ കശ്മീരിൽ ചിലപ്പം അങ്ങനെ ഒരു സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് ചില സമയത്ത് നമ്മൾ അവിടെ പോകുമ്പോൾ പറഞ്ഞു കേൾക്കും, എന്താണ് ഇത് സ്വിറ്റ്സർലൻഡ് ഓഫ് ദി ഈസ്റ്റ് ആന്നൊക്കെ പറഞ്ഞു കേൾക്കും. ടൂറിസ്റ്റൊക്കെ പോയവർക്ക് അറിയായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, സ്ലോലി അവിടുത്തെ നമ്മുടെ ഒരു എക്സ്പീരിയൻസും ജഡ്ജ്മെന്റും വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്യാണ്. ഓക്കെ, either way ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്രക്സ്, ഹയസ്റ്റ് നമ്പേഴ്സ് എവിടെയായിരിക്കും കിടക്കുക, ഈ ഫസ്റ്റ് 2 കാറ്റഗറിയിലായിരിക്കും കിടക്കുക. പിന്നെ നമ്മൾ ഒരു ഹയർ കട്ട് ഓഫിലേക്ക്, നമ്മൾ ഹയർ നമ്പറിലേക്ക് നമ്മൾ കൊണ്ടുപോകണ എന്താണ്, പ്യുവർ ലോജിക്കും അതുപോലെ തന്നെ ഇൻറ്റ്യൂട്ടീവ് ജഡ്ജ്മെന്റ്സ് ആയിരിക്കും. ഇനി ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഏതിലേക്ക് വരാം, നമ്മുടെ റൗണ്ട് അപ്രോച്ചിലേക്ക് വരാം. അപ്പൊ നിങ്ങൾ 3 റൗണ്ടിലാണ് ചെയ്യണമെങ്കിൽ, ആദ്യത്തെ റൗണ്ടിൽ നിങ്ങൾ എങ്ങോട്ടാ പോവുക, ഈ നോളജ് റീകോൾ ആണ് ചെയ്യുക. അപ്പൊ നോളജ് റീകോൾ നിങ്ങൾ ആദ്യത്തെ റൗണ്ടിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ക്വസ്റ്റിന്റെ പൾസ് കിട്ടും, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പൾസ് കിട്ടും, ടഫ് ആണോ എളുപ്പമാണോ അങ്ങനെ ഒരു പൾസ് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യാണ്, കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ അപ്ലൈ ചെയ്യാണ്, നമ്മൾ ലോജിക്കുകൾ അപ്ലൈ ആണ്. ഒരു ലാസ്റ്റ് റൗണ്ട്, തേർഡ് റൗണ്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബെയർ ആയിട്ടുള്ള ഇൻറ്റ്യൂട്ടീവ് ലോജ് ജഡ്ജ്മെന്റ്സ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുകയാണ്. അപ്പം ഈ ഒരു രീതിക്കാണ് നമ്മൾ ജനറലി എന്ത് ചെയ്യുക, പേപ്പറിനെ നമ്മൾ ടെക്നിക്കലി ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട് 3 റൗണ്ട് ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ റാൻഡംലി 3 റൗണ്ട് ചെയ്യണം എന്നല്ല. യൂസ് ദ ലോജിക് ബിഹൈൻഡ് ഇറ്റ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് അറിയുന്നത് ചെയ്യുന്നു, പിന്നെ അറിയുന്നതും നമ്മുടെ ആപ്ലിക്കേഷൻ ചെയ്യുന്നു, പിന്നെ നമ്മൾ പ്യൂർലി ലോജിക്കൽ പേപ്പറിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ഇനി ഇതിലൊന്നും പെടാത്ത ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വിടുന്നു. അപ്പം ജനറലി നമുക്ക് ടെക്നിക്കലി ക്ലിയർ ആണ്, നമ്മൾ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 3 റൗണ്ട് ആയിട്ട് പേപ്പർ ചെയ്ത് പോവാം. ഇതിലിപ്പോ ഞാൻ ടൈമിംഗ് സ്പെസിഫൈ ചെയ്യാത്തതിന്റെ ഒരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും പല പേസ് ആയിരിക്കും, റീഡിംഗ് സ്പീഡുകളായിരിക്കും, അത് നിങ്ങൾക്ക് വേരി ചെയ്യാം. പക്ഷെ ക്വാളിറ്റേറ്റീവ്ലി നിങ്ങൾ പേപ്പർ സോൾവ് ചെയ്യുമ്പോൾ, ഇങ്ങനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ കുറേയും കൂടെ എന്ത് കിട്ടും, അണ്ടർസ്റ്റാൻഡിങ് കിട്ടും, നിങ്ങൾക്ക് ആ പേപ്പറിന്റെ മുകളിൽ കൺട്രോൾ കിട്ടും. ഓഫൻ ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം ഇതാണ്, ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരു സാധനമാണ് ഈ പ്രഷർ കൂടി എന്നുള്ളത്. ദാറ്റ്സ് ബിക്കോസ് ഓഫ് വൺ ഫാക്ട് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ടത്, പേപ്പറിനെ നിങ്ങളല്ല കൺട്രോൾ പേപ്പർ അല്ല നിങ്ങളെ കൺട്രോൾ ചെയ്യേണ്ടത്, നിങ്ങളാണ് പേപ്പറിനെ കൺട്രോൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പേപ്പറിന്റെ മുകളിൽ കൺട്രോൾ വേണമെങ്കിൽ നിങ്ങൾ ഈ ഐഡിയോളജിക്കലി, ഫിലോസഫിക്കലി വേണം എന്ത് ചെയ്യാൻ, ഇതിനെ അപ്രോച്ച് ചെയ്ത് ക്ലിയർ ആയി ചെയ്ത് പോകാനായിട്ട്. ആൻഡ് ദിസ് ഡസ് നോട്ട് ഹാപ്പൻ ഇൻ വൺ ഡേ. ഒബ്വിയസ്ലി അടുത്ത ആഴ്ചകളിലെല്ലാം, അടുത്ത മെയ് 22 വരെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ക്രിയാത്മകമായിട്ട് എന്ത് ചെയ്തുകൊണ്ട് പോവുക, നമ്മൾ ഈ അപ്രോച്ച് ഡെവലപ്പ് ചെയ്ത് പോവുക. ഇന്നത്തെ നമ്മുടെ അജണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് ഇലസ്ട്രേറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഹൗ ഫാർ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഇലസ്ട്രേറ്റ് ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗോ ടു ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്ക്, the first question says that only 2 to 10% of the incident PAR,
photosynthetically active radiation is captured by plants for photosynthesis. Obviously ഒരു ഫസ്റ്റ് റീഡിങ്ങിൽ വായിക്കുമ്പോഴത്തേക്കും ഇത് നമ്മുടെ നോളജിൽ വന്നൊരു അഭിപ്രായമല്ല, നമ്മുടെ കാര്യമല്ല. അതായത് നമുക്ക് അറിയില്ല എന്താണ് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് ആയിട്ട് വന്ന റേഡിയേഷൻ, അതായത് സൺലൈറ്റ് ഇങ്ങോട്ട് വന്നതിൽ 2-10% വരുന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് നോളജിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ പഠിച്ചിട്ട് പോകുന്ന ഒരു കാര്യമല്ല, ഹ്യൂമൻലി പോസിബിൾ അല്ല. വെദർ 10% 20% നമ്മൾ എന്ത് ചെയ്യില്ല, ഓർത്ത് വെക്കില്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്ക്, 10% loss implies that only about 10% energy is transferred from one trophic level to another. അതായത് ഒരു ട്രോപ്പിക് ലെവലിന് അടുത്ത ട്രോപ്പിക് ലെവലിലേക്ക് പോകുമ്പോഴത്തേക്കും 10% എനർജിയാണ് എന്ത് ചെയ്യുന്നുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യുന്നു പോകുള്ളൂ. ജനറലി നമുക്കൊരു ബേസിക് എൻവറോൺമെന്റൽ എക്കോളജിയുടെ ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കും, അതായത് നമ്മൾ ഹയർ ട്രോഫിക്, അതായത് നമ്മൾ പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് കൺസ്യൂമേഴ്സിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ എനർജി കുറഞ്ഞു വരുന്ന അറിയാം. അതിന്റെ പേരാണ് 10% ലോ. ഇതൊരു പരിധി വരെ എക്കോളജി പഠിച്ചവർക്ക് എന്തായിരിക്കും അറിയുന്നുണ്ടാവാം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഡീകമ്പോസേഴ്സ് ക്യാൻ റീസൈക്കിൾ ഹീറ്റ് ലോസ്റ്റ് അറ്റ് ഈച്ച് ട്രോപ്പിക് ട്രാൻസ്ഫർ ബാക്ക് ഇൻ ടു ഫുഡ് വർക്ക്. അതായത് ഡീകമ്പോസേഴ്സ് ഹീറ്റ് തിരിച്ച് എന്ത് ചെയ്യും, എൻവറോൺമെന്റ് എക്കോളജിയിലേക്ക് വിടുന്നതാണ് ഇവർ പറയുന്നത്. ബട്ട് ഈ ഒരു പറഞ്ഞ ഫാക്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ നോളജിന് എന്ത് ചെയ്യാൻ പറ്റില്ല, റീകോൾ ചെയ്യാൻ പറ്റില്ല. ബട്ട് ആ ക്വസ്റ്റ്യൻ ഞാൻ ക്ലാസിഫൈ ചെയ്തേക്കണ ഏതായിട്ടാണ് നോക്ക് അപ്ലൈഡ് അണ്ടർസ്റ്റാൻഡിങ്. ഇത്രയും ഇൻഫർമേഷൻ, അതായത് ഇത്രയും നമുക്ക് അതിനെ പറ്റി അറിയുകയാണെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ചിന്തിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. നോക്ക്, ഞാൻ ഒന്നും കൂടെ പറയുമ്പോൾ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. നോക്ക്, only 2-10% of the incident photoactive radiation is captured by plants for photosynthesis. നോക്ക്, സൺലൈറ്റ് വരുമ്പോൾ അത് എങ്ങോട്ടൊക്കെ എന്തൊക്കെ സാധനങ്ങൾ എന്ത് ചെയ്യുന്നു, അത് അബ്സോർബ് ചെയ്യാം. ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷന്റെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ, പ്ലാന്റ്സ് ഇത് ചെയ്യുന്നുള്ളൂ. 2-10% എന്നുള്ള നമ്മളെ സംബന്ധിച്ചോളം വറി ആവുന്ന ഒരു കേസ് അല്ല. ഒരു പാർട്ട് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്യുന്നത് ഫോട്ടോസിന്തസിസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ആ ഒരു ജനറൽ സെൻസിൽ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കി ഇപ്പം ഒരുപാട് സാധനങ്ങൾ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എടുക്കുന്നുണ്ടാവും, വേറെ ഒരുപാട് സാധനങ്ങൾ അത് അബ്സോർബ് ചെയ്യുന്നുണ്ടാവും. അതിലൊരു പാർട്ട് എന്ന് പറയുമ്പോൾ 2-10%. ആ 2-10%ലേക്കല്ല നിങ്ങൾ നോക്കുക, ഒരു പാർട്ട് ആരെടുക്കുന്നുണ്ട്, നമ്മുടെ പ്ലാന്റ്സ് എടുക്കുന്നുണ്ട്. വെൽ ആൻഡ് ഗുഡ്, നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് ആ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗിൽ ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ട്, പ്ലാന്റ്സും ഉണ്ട്. അതിൽ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു, ഒരു പാർട്ട് എടുക്കുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു, അത് നമ്മൾ ശരിയാക്കി എടുക്കുന്നു. ബട്ട് എനിക്ക് നിങ്ങളോട് കൂടുതൽ പറയാനുള്ള മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ടാണ്. നോക്ക്, ഡീകമ്പോസേഴ്സ് ക്യാൻ റീസൈക്കിൾ ഹീറ്റ് ലോസ്റ്റ് അറ്റ് ഈച്ച് ട്രോപ്പിക് ട്രാൻസ്ഫർ ബാക്ക് ഇൻ ടു ഫുഡ് വെബ്. അതായത് നോക്ക്, ഡീകമ്പോസേഴ്സ്, ഒന്നും കൂടെ ആലോചിച്ച് നോക്കുക, ആ സ്റ്റേറ്റ്മെന്റിന്റെ ഇൻകൺസിസ്റ്റൻസി ആലോചിച്ച് നോക്കുക. ഡീകമ്പോസേഴ്സ്, അതായത് മണ്ണിലൊക്കെ വളരുന്ന ഇത് മൈക്രോബ്സ് എന്ത് ചെയ്യുന്നു, അവിടുന്ന് അവർ എന്താണ് റീസൈക്കിൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഹീറ്റ് ആണ്. ഡീകമ്പോസേഴ്സും ഹീറ്റും എങ്ങനെയാണ് യോജിച്ച് വരിക? അപ്പോഴാണ് നിങ്ങളുടെ തോട്ട് പ്രോസസ്സിലേക്ക് എന്ത് വരുന്നുണ്ട്, ഡീകമ്പോസേഴ്സിൽ ഹീറ്റ് അല്ലല്ലോ, എന്താണ് റീസൈക്കിൾ ചെയ്യുന്നത്, ന്യൂട്രിയൻസ് ആണ്. തോട്ടാണ് ഞാൻ പറയുന്നത്. ആ ചിന്തയിൽ നിന്ന് നമുക്ക് എന്തെടുക്കാം, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് എടുക്കാം. സോ അങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. only 2 ആണ് ഉത്തരം വരാം. ഇവിടെ ഞാൻ എന്താണ് ഉപയോഗിക്കുന്നത്, എന്റെ അകത്തുള്ള ബേസിക് നോളജുകൾ. അതായത് എന്ത് ചെയ്യുന്നു, ഒരു പ്ലാന്റ് വീണിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക, അതിനെ എന്താണ് ഡീകമ്പോസ് ചെയ്യുന്ന ആരാണ്, ഡീകമ്പോസ് ചെയ്ത് അതിന് മണ്ണിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന ആരാണ്, ഡീകമ്പോസേഴ്സ് ആണ്. അവരവിടെ എന്താണ് എടുക്കുന്നത്, പ്ലാന്റിൽ നിന്ന് ന്യൂട്രിയൻസ് ആണ് എടുക്കുന്നത്, അല്ലാണ്ട് ഹീറ്റ് അല്ല. മനസ്സിലാവുന്നുണ്ടോ? ആ ബേസിക് സെൻസ് കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കാം. only 2 ആണ് ഉത്തരം വരാം. ഇവിടെ വെച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ നിർത്താനും പാടില്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ബേസിക് ലെവലിലുള്ള കാര്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അഡ്രസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ട്രോഫിക് ലെവൽ എന്താണ്, ട്രോഫിക് ലെവലിൽ എങ്ങനെയാണ് എനർജി കുറയുന്നത്, ഹെട്രോട്രോപ്സ് എന്താണ്, ഓട്ടോട്രോപ്സ് എന്താണ്, ഗ്രേസിക് ഫുഡ് ചെയിൻ എന്താണ്, ഡെട്രിയസ് ഫുഡ് ചെയിൻ എന്താണ്, ഇതെല്ലാം ഒന്ന് മെന്റലി നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, റിവൈസ് ചെയ്യുകയാണെങ്കിൽ ആ ഏരിയ നിങ്ങൾ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്തെടുക്കാൻ പറ്റണം. അപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഹോളിസ്റ്റിക്കലി ഒരു ടോപ്പിക്കിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഏതിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവരുന്നു, അപ്ലൈഡ് അണ്ടർസ്റ്റാൻഡിംഗിന്റെ അണ്ടറിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. നോക്കുക, യൂറിതെർമൽ ഓർഗാനിസംസ് ടോളറേറ്റ് എ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചേഴ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, നമുക്ക് ചില ആൾക്കാർക്ക് എന്താ യൂറിതെർമലിന്റെ അർത്ഥം എന്താണെന്ന് അറിയായിരിക്കും, ചിലവർക്ക് അറിയില്ലായിരിക്കും. ജസ്റ്റ് ഹോൾഡ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. നോക്ക്, മൈഗ്രേഷൻ ഇസ് എ ടൈം എസ്കേപ്പ് സ്ട്രാറ്റജി ലൈക്ക് ഹൈബർനേഷൻ. മൈഗ്രേഷൻ ഇസ് എ ടൈം എസ്കേപ്പ് സ്ട്രാറ്റജി ലൈക്ക് ഹൈബർനേഷൻ. അവിടെ നിൽക്കട്ടെ, നമുക്ക് ചിലപ്പോൾ മൈഗ്രേഷൻ എന്താണെന്ന് അറിയാം, ഹൈബർനേഷൻ എന്താണെന്ന് അറിയാം, പക്ഷെ ഒരു ടൈം എസ്കേപ്പ് ആണോ വേറെ എന്തെങ്കിലും എസ്കേപ്പ് നമുക്ക് അറിയില്ല. നിൽക്കട്ടെ. മൂന്നാമത്തത്, ഡയാപോസ് ഇസ് എ സസ്പെൻഡഡ് ഡെവലപ്മെന്റൽ സ്റ്റേജ് ഷോൺ ബൈ മെനി സൂപ്ലാങ്ക്ടൺസ് ടു ടൈഡ് ദം ഓവർ അഡ്വേഴ്സ് കണ്ടീഷൻസ്. ഇനി നോക്കുക, ഇതിലെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ഏണെങ്കിൽ അപ്ലൈഡ് അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് നമുക്ക് ഇതിനെ കൂട്ടാം. പക്ഷെ ഞാൻ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്ന പ്യുവർ ലോജിക് ആയിട്ടാണ്. എന്തുകൊണ്ടെന്നാൽ
ഈ ക്വസ്റ്റിന്റെ ഒരു സെൻസ് എന്തിനാണ് പറയുന്നത്? അഡ്വേഴ്സ് കണ്ടീഷൻസ് വരുമ്പോഴത്തേക്കും പ്ലാന്റ്സും ആനിമൽസും ഒക്കെ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, ഇനി നോക്കുക. യൂറിതെർമൽ ഓർഗാനിസംസ് ടോളറേറ്റ് എ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചേഴ്സ്. ശരി, യൂറിതെർമൽ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഒന്നെങ്കിൽ എന്തെടുക്കാം, ഒരു വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിന് എടുക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കും കുറച്ച് റേഞ്ച് ഓഫ് ടെമ്പറേച്ചേഴ്സ് എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പോഴാണ് എനിക്ക് വേറെ കുറെ വാക്കുകൾ വരുന്നത്. യൂറി ഹലൈൻ, പിന്നെ എന്താണ് വേറെ യൂറി ആയിട്ട് യൂഹെഡ്രൽ, അങ്ങനെ ഒരുപാട് വാക്കുകൾ എന്ത് ചെയ്യാണ് കാണിക്കുന്നത്, ഒരുപാട് വലിയ ഡയമെൻഷൻസിനെയാണ് എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് അസ്യൂം ചെയ്യാം, ഇത് കൂടുതൽ വൈഡ് റേഞ്ചിനെയാണ് കാണിക്കുന്നത്. ബട്ട് നിൽക്കുക, ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഓർ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അതിനെ ഫോഴ്സ് ചെയ്യുന്നില്ല. ബട്ട് ലുക്ക് അറ്റ് ദി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ലോജിക്കലി എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളത്. മൈഗ്രേഷൻ ഇസ് എ ടൈം എസ്കേപ്പ് സ്ട്രാറ്റജി ലൈക്ക് ഹൈബർനേഷൻ. നോക്ക്, അവിടെ ഒരാൾ ചിന്തിക്കുക, മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ സൈബേരിയൻ ക്രെയിൻസ് അവരൊക്കെ മൈഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവരൊരു സ്ഥലത്തുനിന്ന് തണുപ്പ് കണ്ടീഷനോ ചൂട് കണ്ടീഷനോ ആകുമ്പോഴത്തേക്ക് ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തിലേക്ക് അവർ എന്ത് ചെയ്യാണ്, മൂവ് ചെയ്യാണ്. നേരെ തിരിച്ച് ഹൈബർനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സ്ഥലത്ത് തന്നെ അവർ എന്ത് ചെയ്യാണ്, കിടന്നുറങ്ങുകയാണ്. ആ തണുപ്പിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വിളിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഹൈഡിങ്ങിലേക്ക് പോവാണ് എന്തിനും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടും ഒന്നാണോ? നോക്ക്, ഒന്നിൽ ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തിലേക്ക് മൂവ് ചെയ്യുന്നു, മറ്റേതിൽ എന്ത് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് തന്നെ അവർ നിൽക്കുന്നു. അപ്പോഴാണ് നമ്മൾ ഏത് വാക്കിലേക്ക് നോക്കുക, ടൈം എസ്കേപ്പ് ആണോ എന്ന് ശ്രദ്ധിക്കുക. ടൈമിനെ എസ്കേപ്പ് ചെയ്യുന്ന ഏതാണ്? ഹൈബർനേഷൻ ആണ്. മൈഗ്രേഷൻ എന്താണ് ഉപയോഗിക്കുക? അപ്പം അതിന് കൊറോറിലായിട്ട് നമുക്ക് എന്തെടുക്കാം, സ്പേസിനെയാണ്. ആ സ്പേസിനെ അവർ മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് അവർ പോവുകയാണ്. അപ്പൊ നമുക്ക് ലോജിക്കലി എന്തെഴുതാം, അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ലൈക്ക് ഹൈബർനേഷൻ എന്ന് പറയുന്നതാണ്. മൈഗ്രേഷൻ ഒരു ടൈം എസ്കേപ്പ് ലൈക്ക് ഹൈബർനേഷൻ. മൈഗ്രേഷൻ ഹൈബർനേഷൻ ഒരുപോലെയാണോ? അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ആ ഒരു ഹിന്റ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 നമ്മൾ തെറ്റാന്ന് കൺസിഡർ ചെയ്യുന്നു. 2 തെറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 എലിമിനേറ്റ് ചെയ്താൽ എയും ബിയും ഡിയും പോകുന്നു, സിയിലേക്ക് നമ്മൾ എത്തുന്നു. ഓക്കെ, ബട്ട് ഇത് പ്യൂർലി എന്താണ്, നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്. ഒരാൾക്കും, ചെറിയ കുട്ടിക്കാണെങ്കിലും മൈഗ്രേഷൻ എന്താണെന്നും അതുപോലെ തന്നെ ഹൈബർനേഷൻ എന്താണെന്ന് അറിയാം, അവർക്ക് അതറിയാം. പിന്നെ നമ്മൾ എങ്ങനെയാണ് ആ സമയത്ത് നമ്മുടെ ലോജിക് ആണ്, മൈഗ്രേഷൻ അല്ലല്ലോ ഹൈബർനേഷൻ, ഒന്നിൽ സ്പേസ് ആണല്ലോ മറ്റേത് ടൈം ആണെന്നുള്ള ആ തോട്ട് പ്രോസസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ട്രിഗർ ചെയ്യേണ്ടത്. അത് ട്രിഗർ ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഉത്തരത്തിലേക്ക് എത്താം. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഒരു തേർഡ് ക്രൈറ്റീരിയ ആയിട്ടുള്ള പ്യൂർ ലോജിക്കൽ. ചിലപ്പോൾ നമുക്ക് ആ ക്വസ്റ്റിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തേർഡ് സ്റ്റേറ്റ്മെന്റ് വേണ്ടാന്ന് തന്നെ വരും. പക്ഷെ എന്നാൽ പോലും നമ്മൾ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് അതിന്റെ യൂറിതെർമൽ എന്താണ്, സ്റ്റെനോതെർമൽ എന്താണ്, ഹോമിയോസ്റ്റേസിസ് എന്താണ്, റെഗുലേറ്റേഴ്സ് എന്താണ്, കൺഫേമേഴ്സ് എന്താണ്, അതുപോലെയുള്ള ബേസിക് ടെർമിനോളജീസ് നമ്മൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. കാരണം ചിലപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാം, ഇടയ്ക്ക് വെച്ച് നമുക്ക് മിസ്സായി പോവാം, തെറ്റിപ്പോവാം, നമുക്ക് ഓർമ്മ പോവാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് റിവൈസ് ചെയ്ത് എടുക്കുക. ലെറ്റ്സ് ഗോ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കുക, കമൻസാലിസം, അമൻസാലിസം, മ്യൂച്വലിസം. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇവിടെ വെച്ച് സോൾവ് ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, ഇത് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് വേ ഔട്ട് ഇല്ല. നമ്മൾ വളരെ കൃത്യമായിട്ട് എന്ത് പഠിച്ചിട്ടുണ്ടാവണം, കമൻസാലിസം എന്താണ്, അമൻസാലിസം എന്താണ്, മ്യൂച്വലിസം എന്താണെന്നുള്ള. അപ്പൊ മ്യൂച്വലിസം നമുക്ക് വാക്കിന്ന് ഒരു പരിധി വരെ എത്താം, അതായത് എന്താണ് രണ്ടുപേര് തമ്മിലുള്ള ഇതാന്ന് പറയാം. പക്ഷെ കമൻസാലിസവും അമൻസാലിസവും എന്താണെന്ന് അറിയണം, നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഞാൻ എന്താണ് നോളജ് റീകോളിലാണ് കൂട്ടിയിട്ടുള്ളത്. അത് എല്ലാത്തിനും നമുക്ക് അങ്ങനെ ലോജിക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ പഠിച്ചിട്ട് പോകുന്ന ഒരു എക്സാം കൂടിയാണ്. സോ ഡെഫിനറ്റ്ലി എന്താണ് നമ്മൾ പഠിച്ചിട്ട് പോകാനുള്ള ബേസിക് സാധനങ്ങൾ നമ്മൾ പഠിച്ചിട്ട് പോവാ. അവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു, കമൻസാലിസം മനസ്സിലായി നമുക്ക് അതിന്റെ ഇന്ററാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാം, അമൻസാലിസം മനസ്സിലായി നമുക്ക് അതിന്റെ ഇന്ററാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാം, മ്യൂച്വലിസം മനസ്സിലാക്കി നമുക്ക് അതിന്റെ ഇന്ററാക്ഷൻ മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റിൽ പോസ്റ്റ് ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ നമുക്കത് ഇന്ററാക്ഷനിലൂടെ കറക്റ്റ് ആണോ ഇല്ലയോ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, ബട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇടാനുള്ള ഒരു മെയിൻ എന്ത് പറയാനുള്ള കാരണം എന്താണ്, ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ ലോജിക്ക് തപ്പാൻ പോകേണ്ട ആവശ്യമില്ല. ബിക്കോസ് വൈ എന്നാണ്, അത് നമ്മൾ ബൈ നേച്ചർ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഒരു കോമണർ എന്ന രീതിയിൽ നമ്മൾ എന്താണ് എക്സാമിന് പഠിച്ചിട്ട് പോകേണ്ട കാര്യങ്ങളാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോപ്പറായി പഠിച്ചിട്ട് പോകുന്നു. സോ കമൻസാലിസം, അമൻസാലിസം, അതുപോലെ തന്നെ മ്യൂച്വലിസം, ആ പറയുന്ന ടോപ്പിക് ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ഓൾവേസ് ആക്സസ് ദ PDF ആൻഡ് റീഡ് ഇറ്റ് അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബയോസ്ഫിയർ റിസർവ്സിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, കൺസർവേഷൻ സ്ട്രാറ്റജീസിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇവിടെ നോക്ക്, ഞാൻ ഇതിനെ അപ്ലൈഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തായിരിക്കും, നോളജ് റീകോൾ ആയിരിക്കാം. നോക്ക്, ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് നേരിട്ട് എന്താ അറിയായിരിക്കും, ഇതിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സിന് അറിയായിരിക്കും. അതാ ഞാൻ പറഞ്ഞത് ആദ്യം സബ്ജക്റ്റീവ് ആണെന്നത്. ബട്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഓക്കെ, നോക്ക്, ഒരു ബയോസ്ഫിയർ റിസർവിന് എന്തുണ്ട്, കോർസ് ഇതുണ്ട്, ബഫർ ഉണ്ട്, ട്രാൻസിഷൻ ഏരിയാസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കും, നമ്മുടെയൊക്കെ ഒരു തോട്ട് പ്രോസസ്സിൽ ഇപ്പൊ നീലഗിരി ബയോസ്ഫിയർ അല്ലെങ്കിൽ അഗസ്ത്യമല ബയോസ്ഫിയർ, നമ്മൾ വയനാടൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ അതിനൊരു കോർ സോൺ ഉണ്ട്,
പിന്നെ അതിന് ചുറ്റും കുറെ എന്തുണ്ട്, പ്രാന്തപ്രദേശങ്ങളുണ്ട്, അതിന് ചുറ്റും എന്തുണ്ട്, ആൾക്കാരൊക്കെ താമസിക്കുക. അപ്പൊ ഒരു കോർ ബഫർ സ്ട്രാറ്റജി നമുക്ക് എവിടെ കാണാൻ പറ്റുന്നുണ്ട്, ബയോസ്ഫിയർ റിസർവിൽ കാണാൻ പറ്റുന്നുണ്ട്. അത് നമ്മുടെ കോമൺ അണ്ടർസ്റ്റാൻഡിംഗ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ കോർണർ ബഫർ സ്ട്രാറ്റജി മാപ്പിന്റെ അണ്ടറിൽ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിന്റെ മാൻ ആൻഡ് അനിമൽ ബയോസ്ഫിയർ പ്രോഗ്രാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം, ദെൻ വെൽ ആൻഡ് ഗുഡ്. ബട്ട് അല്ലെങ്കിൽ പോലും നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, ഒരു കോർ ഉണ്ടാവും, ഒരു ബഫർ ഉണ്ടാവും, ഒരു ട്രാൻസിഷണൽ ഏരിയ ഉണ്ടാവും. അപ്പൊ അതെന്താണ്, അപ്പൊ കോർ ഏരിയ ഉണ്ടെങ്കിൽ അനിമൽസിനെ ബെറ്റർ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാം, നമുക്ക് എൻവയോൺമെന്റിനെ ബെറ്റർ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാം. ആ ഒരു തോട്ട് പ്രോസസ് ആണ് എന്ത് ചെയ്യേണ്ടത്, വർക്ക്ഔട്ട് ചെയ്യുന്നത്. ബട്ട് കം ടു ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. നോക്ക്, സേക്രഡ് ഗ്രൂവ്സ് റെപ്രസെന്റ് ട്രഡീഷണൽ എക്സ് സിറ്റു കൺസർവേഷൻ സൈറ്റ്സ്. അപ്പൊ നമ്മൾ ജനറലി നിങ്ങൾക്ക് സേക്രഡ് ഗ്രൂവ്സിന്റെ വാക്ക് അറിയുവാണെങ്കിൽ, അർത്ഥം അറിയുവാണെങ്കിൽ, നമ്മൾ പണ്ട് നമ്മുടെ നാട്ടിലെ കാണുന്ന കാവുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സേക്രഡ് ഗ്രൂവ്സ് എന്ന് പറയുന്നത്. കാവുകളിൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന, കാവുകളിൽ സർപ്പങ്ങളും മറ്റതൊക്കെ ഉണ്ടാവും. കാവുകളിൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, ജനറലി നമ്മൾ അവിടെ വെച്ച് തന്നെയാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു തരം എക്സ് സിറ്റു ആണോ? അല്ല. എന്താണ്, ഇൻസിറ്റു ആയിട്ടുള്ള ഒരു കൺസർവേഷൻ മെക്കാനിസം ആണ്. അപ്പൊ നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്, നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒബ്സർവേഷൻസിലേക്കാണ്. ഞാൻ ഈ എക്സ്ട്രീം അങ്ങനെയൊന്നും അല്ല പറയുന്നത്, നമ്മുടെ തോട്ട് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോഴ്സ് ചെയ്യേണ്ടത്. അപ്പൊ അതെന്താണ്, ഒരു എക്സ് സിറ്റു ആണോ, എക്സിറ്റു ആണോ, ഇൻസിറ്റു ആണോ? നമ്മൾ എക്സിറ്റു അല്ല ചെയ്യുന്നത്, ചിലപ്പോൾ ഞാൻ പറഞ്ഞതിൽ തെറ്റിപ്പോയിട്ടുണ്ടാവും. ഇൻസിറ്റു ആണ്, അതായത് അത് എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. സോ സേക്രഡ് ഗ്രൂവ്സ് എന്താണ്, ഒരു തരത്തിലുള്ള ഇൻസിറ്റു ആയിട്ടുള്ള കൺസർവേഷൻ സ്ട്രാറ്റജിയാണ്. നേരെ തിരിച്ച് നോക്ക്, ക്രയോ പ്രിസർവേഷൻ. അപ്പൊ ക്രയോ പ്രിസർവേഷൻ ജനറലി എന്ത് കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ ജനറലി എന്തിനെ പറ്റി കേട്ടിട്ടുണ്ട്, ക്രയോജനിക് എഞ്ചിൻ. ക്രയോ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, വളരെ തണുപ്പ്, ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു തണുപ്പ് കണ്ടീഷനിലുള്ള ഒരു തരം പ്രിസർവേഷൻ. അതെവിടെയാണ് നമുക്ക് പോസിബിൾ ആവുക, ചിലപ്പോൾ ഒരു ജീൻ ബാങ്കിലോ സീഡ് ബാങ്കിലോ എവിടെയാണ് നമുക്ക് ജനറലി ആർട്ടിഫിഷ്യലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എവിടെയെങ്കിലും ആയിരിക്കും നമുക്ക് എന്താവുക, പോസിബിൾ ആവുക. അപ്പൊ അതെന്തല്ല, ഒരു ഇൻസിറ്റു മെക്കാനിസം അല്ല, എക്സിറ്റു മെക്കാനിസം ആണ്. ഇവിടെ ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണ്, എന്റെ വേറെ എവിടെയോ കിട്ടിയ അറിവുകളെ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിലേക്ക് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിന് ഞാൻ എന്ത് ചെയ്യാണ്, എന്റേതായ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യാൻ, ഉത്തരത്തിലേക്ക് എത്താൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് സ്വാപ്പ് ചെയ്തേക്കോ എന്ന് മനസ്സിലാക്കുന്നത്. സാക്രഡ് ഗ്രൂവ്സ് ഇൻസിറ്റു ആണ്, ക്രയോ പ്രിസർവേഷൻ എന്താണ്, എക്സിറ്റു ആണ്. അപ്പൊ 2 തെറ്റാണ്, 3 തെറ്റാണ്, 1 കറക്റ്റ് ആണ്, only 1 ആണ് നിങ്ങളുടെ എന്ത് വരിക, ഉത്തരമായിട്ട് വരിക. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് നമ്മൾ ഇത് എന്തുകൊണ്ടാണ് അപ്ലൈഡ് എന്ന രീതിക്ക് എടുത്തത്. ചിലവർക്ക് ഡെഫിനറ്റ്ലി ഇത് എന്ത് തന്നെയായിരിക്കും, നേരിട്ട് പഠിച്ചിട്ട് വന്നത് തന്നെയായിരിക്കും, വെൽ ആൻഡ് ഗുഡ്. ബട്ട് ജനറലി നിങ്ങൾക്ക് അറിയില്ലാത്തൊരു ഇതിൽ മൂന്നാമതൊരു സ്റ്റേറ്റ്മെന്റ്, നാലാമത് സ്റ്റേറ്റ്മെന്റ് അറിയില്ലാത്ത വന്നാൽ നിങ്ങൾ എങ്ങനെയാണ്, ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അത് നിങ്ങളുടെ ഉള്ള നോളജിനെ അതിലേക്ക് റീസൈക്കിൾ ചെയ്ത് അപ്ലൈ ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇതിലേക്ക് വരേണ്ടത്. ലെറ്റ്സ് ഗോ ടു ദി ഫോർത്ത് ക്വസ്റ്റ്യൻ. നോക്ക്, എക്കണോമിക്സിന്റെ ബേസിക്സിൽ നോക്ക്, tools and machines such as computers and plows are used for production are called working capital. Raw materials and money which are used in the production are called fixed capital. See, again appliedly ഞാൻ പറയാൻ കാരണം എന്താണ്, ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും എന്ത് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, ഫിക്സഡ് ക്യാപിറ്റൽ എന്താണ്. എന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഓരോ വർക്കിംഗ് ക്യാപിറ്റലുകളെയും ഫിക്സഡ് ക്യാപിറ്റലുകളെയും നിങ്ങൾ പഠിച്ചിട്ട് പോകുന്നില്ല. ആ ലിസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങളുടെ ആ സമയത്തുള്ള അപ്ലൈഡ് മൈൻഡ് സെറ്റ് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഉപയോഗിക്കുകയാണ്. ഇനി നിങ്ങളെ വാക്കുകൾ ഒന്ന് ഡീകൺസ്ട്രക്ട് ചെയ്ത് നോക്ക്. ഫിക്സഡ് ക്യാപിറ്റൽ ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ എന്താണ്, എന്നും നമ്മൾ നിലനിൽക്കുന്ന ഒരു തരത്തിലുള്ള സാധനം. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫോർമേഷൻ എന്ത് ചെയ്യുന്നു, അതിന്റെ അകത്ത് നടപ്പാവുന്നു. ഇനി ഒന്നും കൂടെ റീസൈക്കിൾ ചെയ്ത് നോക്കാം അതേ വാക്കുകളുടെ അർത്ഥം. ടൂൾസ് ആൻഡ് മെഷീൻസ് സച്ച് ആസ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് പ്ലോ യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ആർ കോൾഡ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയതാണ്, വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ അകത്ത് നടത്തുന്നുണ്ട്. ഫിക്സഡ് എന്ന് പറഞ്ഞാൽ എക്കാലവും നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാവുന്നുണ്ട്. ഇനി ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്, റോ മെറ്റീരിയൽസ് ആൻഡ് മണി വിച്ച് ആർ യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ആർ കോൾഡ് ഫിക്സഡ് ക്യാപിറ്റൽ. ഇനി ചിന്തിച്ചു നോക്ക്, റോ മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേറൊരു സാധനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. അതാണോ ഫിക്സഡ് ക്യാപിറ്റലിൽ കൂടുതൽ ഫിക്സ് ആവുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ ഫിക്സ് ആവുന്നത്? അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, കൂടുതൽ റോ മെറ്റീരിയൽസ് ആണ് എന്ത് വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. ഫിക്സഡ് ക്യാപിറ്റൽ ആയിട്ട് നമുക്ക് എന്താണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക, നമ്മുടെ കയ്യിൽ എക്കാലവും ഉള്ള നമ്മുടെ പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങൾ, ടൂൾസും മെഷീൻസും. ബേസിക്കലി നമ്മൾ ഇവിടെ എന്താ ചെയ്തത്, നമ്മുടെ കയ്യിലുള്ള ഫിക്സഡും വർക്കിംഗ് എന്നുള്ള വാക്കിന്റെ അർത്ഥത്തിന്റെ ബേസിക് ലോജിക് പ്രിമൈസ് നമ്മൾ എങ്ങോട്ട് അപ്ലൈ ചെയ്യാണ്, ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്ത് ചെയ്തേക്കുവാണ്, സ്വാപ്പ് ചെയ്തേക്കുവാണെന്നുള്ളത്. അതുകൊണ്ട് ഒന്നും തെറ്റാണ്, രണ്ടും തെറ്റാണ്, നെയ്തർ 1 or 2 ആണ് ഉത്തരം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസിനെ എന്ത് ചെയ്യുന്നത്, ഡീകോഡ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, GNP ഞാൻ ഏതിലാണ്, അപ്ലൈഡ് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കാണ് ഇട്ടിട്ടുള്ളത്.
ചിലപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, പഠിച്ചു പോയിട്ടുണ്ടാവില്ല. പക്ഷെ ജസ്റ്റ് ചെക്ക് ചെയ്യ്. GNP ഓഫ് എ കൺട്രി ഈസ് ഓൾവേസ് ഹയർ ദാൻ GDP. നിനക്ക് 2, GNP includes income earned by countries' nationals from abroad, while GDP includes income earned from this etc. നോക്ക്, നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്? ഞാൻ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനോ ഇതിനോ വേണ്ടിയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം. ബട്ട് ചിലപ്പോൾ നമുക്ക് എന്താണ് എക്സാം ഹാളിന്റെ പ്രഷർ എന്നുകൊണ്ട് നമുക്ക് എന്താണ്, നമുക്ക് ആ GNP GDP നമ്മുടെ റിലേഷൻഷിപ്സ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, ഡീകോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. നോക്ക്, അപ്പൊ നമുക്ക് ബേസിക്കലി നമുക്ക് എങ്ങനെയാ ചിന്തിക്കാൻ പറ്റുക? നമുക്കൊരു മാപ്പ് വരച്ചിട്ട് ജനറലി എന്ത് ചെയ്യാം, അപ്ലൈഡിൽ നമുക്ക് എന്താണ് GDP എന്ന് പറഞ്ഞാൽ എന്റെ ടെറിട്ടറിയുടെ അകത്തുള്ളതാണ്, GNP എന്ന് പറഞ്ഞാൽ എന്റെ നാഷണൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഒബ്വിയസ്ലി എന്താണ് ഡിപെൻഡൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഫോർമുല ജസ്റ്റ് ചിന്തിച്ചു നോക്കാം. GNP is equal to GDP plus net factor income from abroad. ഒരു നെറ്റ് ഫാക്ടർ ഉണ്ട് അതിന്റെ അകത്ത്. ആ നെറ്റ് ഫാക്ടർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ചിലപ്പം നമ്മുടെ നാഷണൽസ് പുറത്തുള്ളവർ കൂടുതൽ കാശൊന്നും ഉണ്ടാക്കുന്നുണ്ടാവാം, അങ്ങനെയാണ് GNP കൂടും. അവർ കുറച്ചുണ്ടാക്കുന്നതിന്റെ GNP കുറയും. അപ്പൊ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? നോക്ക്, ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ് പ്രശ്നമാണ്? ഓൾവേസ് ഹയർ ആണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? കാരണം എന്താണ്? ഇറ്റ് ഓൾവേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് വി ഡു ഹിയർ ആൻഡ് വാട്ട് നാഷണൽസ് ആർ ഡൂയിങ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റാന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അസേർഷൻ ഇസ് ഫാൾസ് ആൻഡ് റിസർച്ച് ഇസ് ട്രൂ. ഇവിടെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നാഷണൽ ഇൻകത്തിന്റെയും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻകത്തിന്റെയും ബേസിക് ഇൻഫർമേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രിമൈസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അപ്ലൈഡ് അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ള രീതിക്ക് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്ക്, capital receipts result in the creation of physical or financial assets or reduction in financial liabilities. അടുത്തത്, interest payments on market loans, external loans are a part of revenue expenditure. അടുത്ത, revenue receipts do not lead to claim on the government and therefore are termed as non-redeemable. നമ്മൾ എല്ലാവരും ബഡ്ജറ്റ് സിസ്റ്റം പഠിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് പഠിക്കാറുണ്ട്? നമ്മൾ ക്യാപിറ്റൽ റെസീപ്റ്റ്, റവന്യൂ റെസീപ്റ്റ്, അതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പൊ നമുക്ക് ആ എക്സാം ഹാളിൽ പോയിരുന്നിട്ട് നമുക്കും എന്താണ്, നമുക്ക് റീകോൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ജനറലി നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ഇവിടെ നിങ്ങൾ ബ്യൂട്ടി നോക്കുക, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന്റെ ബ്യൂട്ടി. ഒന്ന് ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്ക്, ക്ലോസ്ലി ക്ലീൻ ആയിട്ട് നോക്ക്, ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾ ചെയ്ത് നോക്ക്. Capital receipts result in the creation of physical or financial assets or reduction in financial liabilities. നമ്മുടെ ബേസിക് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ചോദ്യം ചെയ്യുന്ന ക്വസ്റ്റ്യൻ. കാരണം എന്താണ്? ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്താ, ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വരവാണ്. ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന വരവ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു? നമ്മൾ ഫിസിക്കൽ ഓർ ഫിനാൻഷ്യൽ അസറ്റ് ഉണ്ടാക്കുന്നു. കോൺട്രഡിക്ടറി ആണ്. ഫിസിക്കൽ ഓർ ഫിനാൻഷ്യൽ അസറ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അതൊരു എക്സ്പെൻഡിച്ചർ ആണെന്നുള്ളതാണ്. അപ്പൊ വരവും ചെലവത്തിന്റെ ബേസിക് എലമെന്റ്സിനെയാണ് എന്താ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എന്ത് ചെയ്തത്, ടെസ്റ്റ് ചെയ്തത്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. റെസീപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വരവാണ്, ചിലപ്പോൾ ടാക്സ് ആയിരിക്കാം അല്ലെങ്കിൽ ലോൺ ആയിരിക്കാം. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തേക്കുള്ളതാണ്, നമ്മൾ എന്ത് ചെയ്യാണ്, ചെലവ് ചെയ്യാണ്. ഇവിടെ എന്താ പറയുക, ഒരു ഫിനാൻഷ്യലോ ഫിസിക്കൽ അസറ്റോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതെന്തല്ല, അതൊരു വരവല്ല, എന്താണ്, ചെലവാണ്. ഇവിടെ പറഞ്ഞ എന്താണ്, ക്യാപിറ്റൽ റെസീപ്റ്റ് ആണെന്നുള്ളതാണ്. അപ്പൊ ലോജിക്കലി എന്താണ്, സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റിസൾട്ട്സ് എന്നാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ 1 എലിമിനേറ്റ് ചെയ്ത, എയും പോയി, സിയും പോയി, ഡിയും പോയി, നമ്മൾ ബിയിലേക്ക് എത്തി. ഒബ്വിയസ്ലി നമ്മുടെ എന്താണ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, നമ്മുടെ സ്ട്രോങ് സെൻസ് ഓഫ് എന്താണ്, പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്. ക്ലീൻ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഭയങ്കര ഫ്ലോ ആണെന്ന് തോന്നുന്നു, നമ്മൾ 1, 2, 3 പോകും. നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യുന്നത്, നമ്മൾ സ്ട്രോങ് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ഇവര് റെസീപ്റ്റിനെ പറ്റിയിട്ടല്ലേ പറയുന്നത്, പക്ഷെ ബാക്കി സ്റ്റേറ്റ്മെന്റ് എന്ത് പറയാണ്, എക്സ്പെൻഡിച്ചറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മൾ 1 എലിമിനേറ്റ് ചെയ്യുന്നു, നമ്മൾ ഉത്തരത്തിലേക്ക് 2 and 3 എത്തുന്നു. ഹോപ്പ് നിങ്ങൾക്ക് എന്തായാലും അപ്രോച്ച് കിട്ടി എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, പൾസസ് മിഷനിലേക്ക് നോക്ക്. A 6-year mission for Atmanirbharta in Pulses was announced in financial year 2025-26. ഓക്കെ, ഒരു മിഷൻ കൊണ്ടുവന്നു. എനിക്ക് അറിയില്ല അതിനെ പറ്റിയിട്ട് എങ്ങനെ നോക്കണം എന്നുള്ളത്. രണ്ടാമത് നോക്ക്, ഇന്ത്യ ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ ഓഫ് പൾസസ് ഇൻ ദി വേൾഡ്. അവിടെയും നമുക്കൊരു ഡൗട്ട് വരാം, ഇന്ത്യ ആണോ, അത് വേറെ ഏതെങ്കിലും പൾസ് ഉണ്ടാക്കുന്ന രാജ്യമുണ്ടോ. പക്ഷെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് നിങ്ങൾ വരിക, ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ലോജിക്കൽ ഇൻകൺസിസ്റ്റൻസി കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. A major feature of the mission will be assured maximum procurement of all pulses under pulse support scheme of PM ASHA. ശ്രദ്ധിക്ക്, നോക്ക്, ഇന്ത്യയിലുള്ള ഈ സ്കീമിന്റെ അണ്ടറിലുള്ള എല്ലാ പൾസസിനെയും, ഓൾ പൾസസ്, അതിൽ ലോജിക്കൽ ഇൻകൺസിസ്റ്റൻസി നോക്കുക. ഇന്ത്യയിൽ എവിടെ ഈ സ്കീമിന്റെ അണ്ടറിലുള്ള പൾസ് കൊടുത്താലും നമ്മൾ എന്ത് ചെയ്യണം, എത്ര ഉണ്ടാക്കിയാലും നമ്മൾ എന്ത് ചെയ്യണം, പ്രൊക്യൂർ ചെയ്യണം എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ലോജിക്കലി ആലോചിച്ച് നോക്ക്. സ്റ്റേറ്റ്മെന്റ് അകത്തോടെ പോകുമ്പോൾ, അങ്ങനെ എല്ലാവരും ഉണ്ടാക്കിയ പൾസസ് നമ്മൾ ഇത് ചെയ്യാണ്.
അങ്ങനെ ഇല്ല എന്നല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ പ്രൊക്യൂർ ചെയ്യുന്ന റൈസ് ഒക്കെ ഉണ്ട്, ബട്ട് അതിനൊരു ഫുഡ് സെക്യൂരിറ്റി ആംഗിളും കൂടെ ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ മാറ്റി നിർത്തുക, അതൊരു എക്സെപ്ഷൻ ആണ്. പക്ഷെ ജനറലി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഗവൺമെന്റ് ഒരു സപ്പോർട്ട് സ്കീം കൊടുക്കുകയാണെങ്കിൽ എല്ലാ പൾസസിനും ആയിരിക്കും കൊടുക്കുക, ലിമിറ്റഡ് ആയിരിക്കും, അതിന് ക്രൈറ്റീരിയ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഗവൺമെന്റ് കൃഷി ചെയ്യുന്നവർക്ക് 2000 രൂപ കൊടുക്കുന്നുണ്ട്. എല്ലാ കർഷകനും ആണോ 2000 രൂപ കൊടുക്കുന്നത്? ഒബ്വിയസ്ലി ഗവൺമെന്റ് അതിന് എന്ത് വെച്ചിട്ടുണ്ട്? ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ആലോചിക്കുക, ആ ഒരു ബേസിക്, അതായത് ഗവൺമെന്റ് ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ ആലോചിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 3 തെറ്റാന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ എടുത്താൽ 3 തെറ്റാന്ന് മനസ്സിലാവുകയാണ്. A 1 and 2 ആണ് ഉത്തരം വരിക. BCD കോമൺ, നിങ്ങൾക്ക് 1 and 2ലേക്ക് ഉത്തരം എത്താം. ഇവിടെ നമ്മൾ എന്താണ്, നമ്മൾ പൾസ് മിഷൻ അറിഞ്ഞിട്ടല്ല നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഈ ലോകത്തുള്ള എല്ലാ മിഷൻസും പറ്റുന്നത്തോളം നിങ്ങൾ പഠിക്കണം, പക്ഷെ എല്ലാം ചെയ്തിട്ടല്ല നമ്മൾ ജനറലി ഉത്തരത്തിലേക്ക് വരിക. ബട്ട് അതിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ ഓള് കണ്ടുകൊണ്ടും അല്ല, ചിലപ്പോൾ ഓളും കറക്റ്റ് ആവാം. നിങ്ങൾ എന്താണ് അതിന്റെ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ ആലോചിക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 ഒഴിവാക്കി നമുക്ക് A ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ എന്താണ് പ്യുവർ ലോജിക് എന്നുള്ള ആസ്പെക്റ്റിലേക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ക്വസ്റ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അടുത്ത എക്കണോമിക്സിന്റെ ബേസിക്സ്, എക്കണോമിക്സ് അല്ല, ഏതാണ് പൊളിറ്റി ബേസിക്സ് ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്ക്. The directive principles are non-justiciable, meaning they cannot be enforced by any court. രണ്ടാമത്തത്, they aim to establish political democracy in the country. The DPSPs are contained in the 4th part and was borrowed from the Irish Constitution. See, generally ഇങ്ങനത്തെ വളരെ ബേസിക് ആയിട്ട് ടോപ്പിക്സ് ഞാൻ ലോജിക് പറയുന്നില്ല, കാരണം എന്താണ്, നമ്മളിത് നേരിട്ട് തന്നെ എന്താണ് പഠിച്ചിട്ട് പോകേണ്ട ടോപ്പിക്സ് ആണ്. ഓക്കെ, അണ്ടർസ്റ്റുഡ് ആണ് നമ്മൾ എന്താണ് DPSPനെ പറ്റി വളരെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞു വെക്കണം എന്നുള്ളത്. അപ്പൊ നോക്ക്, നമ്മൾ പറയുന്നു നോൺ ജസ്റ്റിസബിൾ ആണ്, മീനിങ് ദേ കനോട്ട് ബി എൻഫോഴ്സ്ഡ് ബൈ എനി കോർട്ട്. DPSP ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് ഡിഫറെന്റ് ആവുന്നത് എങ്ങനെയാണ്? ഒന്ന് ജസ്റ്റിസബിൾ ആവുമ്പോൾ മറ്റേത് എന്താണ്, ജസ്റ്റിസബിൾ അല്ല. ഫണ്ടമെന്റൽ റൈറ്റ് ജസ്റ്റിസബിൾ ആണ്, കോടതിയിൽ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ DPSP ഫണ്ടമെന്റൽ ഡ്യൂട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ്, നോൺ ജസ്റ്റിസബിൾ ആണെന്ന് പറയുമ്പോൾ. Second statement, they aim to establish political democracy in the country. In a way, ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് തോന്നാം. ഓക്കെ, കാരണം ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് എടുക്കുമ്പോഴത്തേക്കും DPSPയിൽ എന്തുണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് ജനറലി നമ്മൾ എന്താ മനസ്സിലാക്കുക, DPSPs ആണ് ജനറലി സോഷ്യൽ എക്കണോമിക് ഡെമോക്രസീസിനെ കൂടുതൽ എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, പൊളിറ്റിക്കൽ ഡെമോക്രസീനെ എന്ത് ചെയ്യുന്നത്, കൂടുതൽ ചെയ്യുന്നത്. രണ്ടും വേറെ വേറെ ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മൾ DPSP എടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതലും എന്തുണ്ട്, അതിന്റെ അകത്ത് നമുക്ക് പഞ്ചായത്ത് രാജ്, ആർട്ടിക്കിൾ 40 പറയുന്നു പഞ്ചായത്ത് രാജ് നടപ്പാക്കാൻ. അത് എന്തിനാണ് കൊണോട്ട് ചെയ്യുന്നത്? ഒരു തരത്തിൽ പൊളിറ്റിക്കൽ ഡെമോക്രസീനെ തന്നെയാണ് ലോക്കൽ ലെവലിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം DPSPs പൊളിറ്റിക്കൽ ഡെമോക്രസി ഇത് ചെയ്യുന്നതെന്നല്ല, പക്ഷെ ക്വസ്റ്റിന്റെ സ്പിരിറ്റ് എവിടെയാണ് കിടക്കുന്നത്? DPSP മെയിൻലി എന്തിനാണ് മുന്നോട്ട് വെക്കുന്നത്? സോഷ്യൽ എക്കണോമിക് ഡെമോക്രസികളെയാണ് എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അതാണ് ഈ എക്സാമിനർ ഇവിടെ ഈ ക്വസ്റ്റിൽ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നത്, ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് 2 എലിമിനേറ്റ് ചെയ്താൽ നിങ്ങൾ Aയും 3ലേക്ക് എത്തും. മൂന്നാമത്തെ നോക്ക്, DPSPs are contained part 4 and was borrowed from Irish Constitution. അത് നമ്മൾ വളരെ ബേസിക് ആയിട്ട് പഠിക്കുന്നതാണ്, പാർട്ട് 4ലാണ്, അതുപോലെ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ എന്താണ് പറഞ്ഞത്, ഇവിടെ നമ്മൾ ലോജിക് അല്ല അപ്ലൈ ചെയ്യുന്നത്, നമ്മൾ പഠിച്ചിട്ട് പോകുന്ന ബേസിക് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വരും, എന്നാൽ പോലും ഒരു ബഹുഭൂരിപക്ഷ ആസ്പിരൻസിന് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്ട്ലി ഈ ക്വസ്റ്റ്യൻ ചെയ്തു പോകാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ എന്താണ്? The mobile application developed by Election Commission of India for reporting MCC violations. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, ഇപ്പൊ നമുക്ക് എല്ലാ മൊബൈൽ ആപ്പുകളും പഠിച്ചിട്ട് പോകാൻ പറ്റുമോ? ഇല്ല. ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് വേണം, നമ്മുടെ അതിലേക്ക് ലോജിക് അപ്ലൈ ചെയ്യണം. MCC മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിന്റെ വയലേഷനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, നമുക്ക് റിപ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടി ഒരു ആപ്പ് വേണം. ഇനി നമ്മൾ എന്താണ്, ആപ്പിന് അവർ പേരിടുമ്പോൾ ജനറലി ഗവൺമെന്റ് എങ്ങനെയാണ് പേരിടുക, അതിന് കണോട്ടഡ് ആയിട്ടാണ് എന്ത് ചെയ്യുക, പേരിടുക അല്ലേ? അപ്പൊ നിങ്ങൾ ജസ്റ്റ് നോക്ക്, സാക്ഷം ECI, ശരി, ഓക്കെ. വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ, വോട്ടേഴ്സിന് ഹെൽപ്പ് ലൈൻ. ഒബ്സർവർ ആപ്പ് ആവാം, ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇലക്ഷൻ നമുക്ക് ഒബ്സർവേഴ്സും ഉണ്ട്, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വണ്ടികളൊക്കെ പോകുന്ന കണ്ടിട്ടുണ്ട് ഒബ്സർവേഴ്സിന്, അതുകൊണ്ട്. അടുത്ത നോക്ക്, സി വിജിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തോ ഒരു തരം വിജിലൻസ് എന്ത് ചെയ്യാണ് അവരിടുകയാണ്. എന്തിന്റെ മുകളിലുള്ള വിജിലൻസ് ആണ് ഇടുന്നത്? മോഡൽ കോഡ് ഓഫ് വയലൻസ് ഉണ്ടോ എന്നുള്ളത്. കൂടുതൽ നിങ്ങൾക്ക് എങ്ങോട്ട് എത്താം, നിങ്ങൾ എത്തുമെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ എപ്പോഴും എത്താൻ പറ്റുന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനത് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒന്ന് ചിന്തിക്കുക, ഇതിൽ ഏതാണ് എനിക്ക് ഇടുക, ഇങ്ങനെ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഈ വാക്കുകൾ എനിക്ക് അർത്ഥത്തിലേക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ, അതെനിക്ക് എടുത്തിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുക. സി വിജിൽ ഇസ് എ ആപ്പ് ഫോർ ECI. അത് എങ്ങനെയാണ് നമ്മൾ എത്തിയത്, നമ്മുടെ ഒരു പ്യുവർ ലോജിക്, ആ വാക്ക് വിജിലൻസ്, വിജിൽ എന്ന് പറഞ്ഞാൽ വിജിലൻസ് ആയിരിക്കാം. അപ്പം വിജിലൻസ് ആണോ പോലും നമുക്ക് അറിയില്ല, ബട്ട് എന്താണ് ഒരു കൊണോട്ടേഷൻ കിട്ടുന്നുണ്ട് ആ വാക്കുകളിൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. D ആണ് ഉത്തരം വരിക.
അടുത്തിലേക്ക് നമ്മൾ പോകുന്നു മണി ബിൽസ്. അഗെയിൻ ഞാൻ ഇതിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്ന ഏതിലാണ്? നമ്മുടെ നോളജ് റീകോളിലാണ്. എന്തുകൊണ്ടാണ്? ഇത് നമ്മൾ പഠിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. മണി ബില്ലിന്റെ എന്താണ്, സ്പെക്കുകൾ എന്താണ്, അതായത് മണി ബില്ല് എങ്ങനെയൊക്കെയാണ് നമ്മൾ റിഡ്യൂസ് ചെയ്യാൻ പറ്റുക. അപ്പൊ ജസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ ബിൽ ഡീം ടു ബി മണി ബിൽ എവിടെയായിരിക്കും ഉണ്ടാവുക? ആർട്ടിക്കിൾ 110 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. 2, രാജ്യസഭ ക്യാൻ റിജക്ട് ഓർ അമെൻഡ് മണി ബിൽ. നമുക്കറിയാം മണി ബില്ലിന്റെ കേസ് വരുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ പ്രിയോറിറ്റി ഓഫ് ദി ഗവൺമെന്റ്. ലോക്സഭ ഹാസ് വെരി മച്ച് ഗ്രേറ്റർ പവേഴ്സ് ദാൻ രാജ്യസഭ ഇൻ ദ കേസ് ഓഫ് മണി ബിൽ. അപ്പൊ ഫോൾസ് ആണ് നമുക്ക് നമ്മുടെ നോളജ് എന്ത് ചെയ്യാൻ പറ്റും? റീകോൾ ചെയ്യാൻ പറ്റും. അപ്പൊ 2 എലിമിനേറ്റ് ചെയ്താൽ സിയും ഡിയും പോയി, എയും ബി ആണ് ബാക്കി. A minister who introduces the bill certifies whether a bill is a money bill or not. നിങ്ങൾ ആലോചിച്ച് നോക്ക് അതിന്റെ അബ്സർഡിറ്റി എന്താന്നുള്ളത്. മണി ബില്ല് ആര് തന്നെ, മിനിസ്റ്റർ തന്നെയാണ് എന്ത് ചെയ്യുന്ന, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ എല്ലാ ബില്ലുകളും മിനിസ്റ്റേഴ്സ് എന്ത് ചെയ്യും? മണി ബില്ലാക്കും. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പാസ്സാക്കി എടുക്കാലോ. അല്ല, ആരാണ് സർട്ടിഫൈ ചെയ്യുന്നത്? സ്പീക്കർ ആണ് സർട്ടിഫൈ ചെയ്യുന്നത്. അപ്പൊ എന്താണ്? തേർഡും എന്താണ്? കറക്റ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? തേർഡും തെറ്റാണ്. നമ്മൾ എന്ത്? തേർഡ് തെറ്റാണ്. A bill can be only introduced on the recommendation of the president. ഒരു മണി ബില്ലിന്റെ പ്രത്യേകതയാണ് എന്തെന്നുള്ളത്, ഗവൺമെന്റ് പ്രസിഡന്റ് അത് ഒപ്പിട്ടിട്ടാണ് അത് വരുന്നത് എന്നുള്ളത്. നമുക്ക് നോക്കാം. സെക്കൻഡും തേർഡും തെറ്റാണ്, 1ഉം 4ഉം ആണ് കറക്റ്റ്. ബി ആണ് ഉത്തരം വരിക. ഇവിടെ നമ്മൾ ലോജിക് ഒന്നും അല്ല അപ്ലൈ ചെയ്യുന്നത്. ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുമായിരിക്കും, ബട്ട് ജനറലി ഞാൻ എന്താണ് ഇതിന് ഡിമാൻഡ് ചെയ്യേണ്ടത്? ഒരു ബേസിക് ആസ്പിരന്റ് ഇത് പഠിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ മണി ബില്ല് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്, നമ്മൾ അതിന്റെ ബേസ് പഠിച്ചിട്ട് പോവാന്നുള്ളത് തന്നെയാണ്. അതാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യേണ്ടത്. അടുത്തത് അഗെയിൻ റീകോൾ ക്വസ്റ്റൻ ആണ്. നോക്ക്, വേക്കൻസി ഇൻ ദ ഓഫീസ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ദ ഫണ്ട് മസ്റ്റ് ബി ഫിൽഡ് വിത്തിൻ 6 months. അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിസ്ക്രൈബ്സ് എ ഫിക്സ്ഡ് ടൈം ലൈൻ ഫോർ ഫില്ലിംഗ് വേക്കൻസീസ് ഇൻ ബോത്ത് ഓഫീസ് ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. ഇതൊരു ആസ്പിരന്റ് ഡിമാൻഡഡ് ആണ് എന്തെന്നുള്ളത്, പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് ആയിട്ട് ബന്ധപ്പെട്ട നോംസ് അറിഞ്ഞിട്ട് പോകാന്നുള്ളത്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് സഹായിക്കുന്നത് എന്താണ്? നോക്കുക, ഒരു പ്രസിഡന്റ് ഇല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ എന്ത് വരണം? അടുത്ത പ്രസിഡന്റ് വരണം എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് വൈസ് പ്രസിഡന്റ് എന്താണ് നിങ്ങൾ ഓർത്ത് വെക്കുക? വൈസ് പ്രസിഡന്റ് കേസിൽ അങ്ങനെ ഒരു നോം ഇല്ല. അതായത് ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് എന്ത് പറയുന്നുള്ളൂ? കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുള്ളൂ. ഇത് നമ്മൾ ക്ലോസ്ലി നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിൽ നമുക്ക് പഠിച്ച് വായിച്ച് വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? ആ ക്ലാരിറ്റി വരുള്ളൂ. അപ്പൊ നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്ക്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിസ്ക്രൈബ്സ് എ ഫിക്സഡ് ടൈം ലൈൻ ഫോർ ഫില്ലിംഗ് വേക്കൻസീസ് ബോത്ത് ഓഫീസ് ഓഫ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ്. തെറ്റ്. കാരണം വൈസ് പ്രസിഡന്റ് കേസിൽ എന്താണ് ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് മാത്രമേ എന്ത് പറയുന്നുള്ളൂ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ വി ക്യാൻ റീജക്ട് സി. ഉത്തരം സി ആണ് വരിക. അടുത്തതാണ് which of the following is the describes the importance of critical materials. നോക്ക്, സമേരിയം, ഗഡോളിനിയം, ടെർബിയം, ഡിസ്പ്രോസിയം, ലുട്ടീറ്റിയം. ഓക്കെ, പാട് നമുക്ക് എത്രയോ 100, 120, 130 എന്തുണ്ട് അറ്റോമിക് ലെവലിലും നമുക്ക് എന്തുണ്ട്? മിനറൽസും അതുപോലെ സാധനങ്ങളുണ്ട്. അതായത് നമ്മുടെ അറ്റോമിക് എലമെന്റ്സ് ഉണ്ട്. ഈ എല്ലാ എലമെന്റ്സിന്റെ ഉപയോഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ലോക്ക് ചെയ്ത് പഠിച്ച് പോകാൻ പറ്റുമോ? നാളെ ഇന്നിപ്പോ കാർബൺ ചോദിക്കും, നാളെ ഓക്സിജൻ ചോദിക്കും, നാളെ യുറേനിയം ചോദിക്കും, നാളെ തോറിയം ചോദിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓരോന്നും നമുക്ക് പഠിച്ചിട്ട് പോകാൻ പറ്റില്ല. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റിന്റെ ക്രാക്ക് ചെയ്യുക? നമ്മൾ ക്വസ്റ്റിന്റെ അകത്തേക്ക് കല്ലുവാണ്. നോക്ക്, 2-3 വാക്കുകളാണ് എന്നെ ഹിറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ. നിങ്ങൾ അത് ഹിറ്റ് ചെയ്യണ്ടോ നോക്ക്. ഒന്ന് ക്രിട്ടിക്കൽ മെറ്റീരിയൽസ് ആണ്. അതെന്താണ്? ക്രിട്ടിക്കൽ മെറ്റീരിയൽസ് ആണ്. എന്തിനൊക്കെ വേണ്ടിയിട്ട് ക്രിട്ടിക്കലി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പൊ ക്രിട്ടിക്കൽ ആണെന്ന് പറയുമ്പോൾ അത് എക്കണോമിക് ക്രിട്ടിക്കൽ ആവാം, ചിലപ്പോൾ ഡിഫൻസ് സെക്ടറിന് ക്രിട്ടിക്കൽ ആവാം. അപ്പൊ പല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എടുക്കാൻ പറ്റും. ഇനി ആ ക്രിട്ടിക്കാലിറ്റി ഏറ്റവും കൂടുതൽ ഏതിലാണല്ലോ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു തരത്തിൽ എന്തിലേക്ക് എത്താം? ഉത്തരത്തിന്റെ ഹിന്റിലേക്ക് എത്താം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ ഫസ്റ്റ് എടുക്കുകയാണ്. ദേ ആർ കോമൺ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഫോർ സിലിക്കോൺ ഇൻ സെമി കണ്ടക്ടർ. ഈ കോമൺ സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ പിന്നെ എങ്ങനെ നമുക്കത് ക്രിട്ടിക്കൽ ആയിട്ട് എടുക്കാൻ പറ്റും? അത് ഒരുപാട് അവൈലബിൾ ആണ്. ഇതാണെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു ക്രിട്ടിക്കൽ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ആയിരിക്കാം. ബട്ട് ബെയർ സെൻസ് ഓഫ് ലാംഗ്വേജിൽ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം? ഒരു കോമൺ സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? അതിന് ക്രിട്ടിക്കൽ മെറ്റീരിയൽ ആയിട്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ആ വാക്കിന്റെ അകത്തുനിന്ന് എടുക്കണേ. ഇവിടെ ക്രിട്ടിക്കൽ എന്ന് പറയുന്നു, ഇവിടെ കോമൺ എന്ന് പറയുന്നു. എന്തല്ല, ഒരു കോൺട്രഡിക്ഷൻ ഫീൽ ചെയ്തു, നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഒഴിവാക്കുന്നു. അടുത്ത് നോക്ക്, they are used exclusively in nuclear reactors and radioactive waste management. ഇവിടെയാണ് നമ്മുടെ ബേസിക് ഇൻഫർമേഷൻ നമുക്ക് വരുന്നത്. ജനറലി ന്യൂക്ലിയർ ആയിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന മിനറൽസ് ഏതാണ്? യുറാനിയം, തോറിയം, പ്ലൂട്ടോണിയം, അതുപോലത്തെ ഉള്ള മിനറൽസ് ആണ്. ആ മിനറൽസ് ഏതാന്ന് നമുക്ക് ആ എലമെന്റ്സ് ഏതാന്ന് നമുക്ക് ക്ലിയർലി അറിയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് തെറ്റായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ആദ്യത്തെ, they primarily used in production of fertilizers and agrochemicals. അങ്ങനെ ഒരുപാട് മിനറൽസ് ഉണ്ടാവാം, എലമെന്റ്സ് ഉണ്ടാവാം. ആ എലമെന്റ്സ് ഒക്കെ ജനറലി അഗ്രികൾച്ചറൽ സാധനം എന്താവണം എന്നില്ല, ക്രിട്ടിക്കൽ ആവണമെന്നില്ല. ചിലപ്പോൾ ചില ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ക്രിട്ടിക്കൽ ആണെന്ന് വരാം. പക്ഷെ ജനറലി എന്തല്ല, ഒരു അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്ക്. ദി ആർ എസെൻഷ്യൽ കോമ്പോണൻസ്. ശരിയാ, എസെൻഷ്യൽ ആയതുകൊണ്ട് ക്രിട്ടിക്കാലിറ്റി വരുന്നു. ഇൻ ഇലക്ട്രിക് മോട്ടോഴ്സ്, ബ്രേക്കിംഗ് സിസ്റ്റം, സ്മാർട്ട് ഫോൺസ്. അപ്പൊ അതുവരെ ചിലപ്പോൾ നമുക്കൊരു ഡൗട്ട് വരാം. പക്ഷെ അടുത്ത് നമുക്ക് എന്താണ്?
മിസൈൽ ടെക്നോളജി. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു നാഷണൽ സെക്യൂരിറ്റിയുടെ ടോൺ നമുക്ക് എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് വരുന്നു. അപ്പൊ ക്രിട്ടിക്കൽ എന്നുള്ള ടെർമിനോളജിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ചിന്തിച്ച് 2 മിനിറ്റ് എടുത്ത് ചിന്തിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ഉത്തരത്തിലേക്ക് എന്ത് ചെയ്യാണ്? ബിയിലേക്ക് എത്താണ്. കറക്റ്റ് ഉത്തരം എന്താണ്? ബി ആണ്. ഇതെന്താണ്? നമുക്ക് ഇതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് അറിയില്ലെങ്കിലും എന്താണ് നമ്മൾ ആ ക്രിട്ടിക്കൽ മെറ്റീരിയൽസ് എന്നുള്ള തോട്ട് പ്രോസസ് എന്താണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം ബിയിലേക്ക് നമുക്ക് കംഫർട്ടബിളി എത്താൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, റീസൺ വൈ ഓഷ്യൻ സ്പ്ലാഷ് ഡൗൺ ഇസ് പ്രിഫേർഡ് ഓവർ ഗ്രൗണ്ട് ലാൻഡിങ്. ഇപ്പൊ ജനറലി നമ്മൾ ഇപ്പം എലോൺ മസ്കിന്റെ ഒക്കെ എന്താണ് ജനറലി സാറ്റലൈറ്റ്സും മറ്റേതൊക്കെ, സാറ്റലൈറ്റ്സ് അല്ല, നമ്മുടെ ലാൻഡിങ് വരുമ്പോഴത്തേക്ക് അവർ ലാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ജനറലി എന്താണ് റീയൂസബിൾ ആയിട്ടുള്ള വെഹിക്കിൾസ് ഒക്കെ ആണെങ്കിൽ, ലോഞ്ച് വെഹിക്കിൾസ് ഒക്കെയാണ് അവർ ലാൻഡ് ചെയ്യുന്നത് എവിടെയാണ്? ലാൻഡ് ചെയ്യുന്നത് നമ്മുടെ എന്താണ് ഓഷ്യനിലാണ് അല്ലെങ്കിൽ വെള്ളത്തിലാണ്. എവിടെയല്ല ജനറലി നമ്മുടെ ലാൻഡിലുള്ള ഇതുകൊണ്ട്, പക്ഷെ ഓഷ്യനാണ് കുറേയും കൂടെ എന്താണ് പ്രിഫേർഡ് ആയിട്ടുള്ളത്. ഇപ്പൊ ജനറലി ഒരു കോമൺ ആസ്പിരന്റിനെ സംബന്ധിച്ചോളം ഇത് കണ്ടിട്ടുണ്ടാവും ഈ സിനിമയിലൊക്കെ, ഐ മീൻ നമ്മൾ ഈ ന്യൂസിലൊക്കെ ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഇറങ്ങി വന്ന ഇത് സീനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ജനറലി നമുക്ക് ഇതിന്റെ ഒരു ബേസിക്കോ ഒന്നും എന്തുണ്ടാവില്ല, അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ യുണീക്ലി ഇതിനെ ഇൻറ്റ്യൂട്ടീവ് ജഡ്ജ്മെന്റ് എന്നുള്ള ഇതിനെ, എന്റെ മനസ്സിലുള്ള ഒരു സീൻ എന്താണ്, സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളത്തിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഇറങ്ങി വരുന്നു, മറ്റേ ലാൻഡിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നു, അത്രയാണ് എന്റെ ജഡ്ജ്മെന്റിലുള്ളൂ. ഇനി ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് വായിക്കാണ്. സ്റ്റേറ്റ്മെന്റ് നോക്ക്. വാട്ടേഴ്സ് ഹൈ വിസ്കോസിറ്റി and low density help absorb the shock of impact better than solid ground. നോക്ക് സ്റ്റേറ്റ്മെന്റ് എന്താണോ ആയിരിക്കെ, വാട്ടേഴ്സ് ഹൈ വിസ്കോസിറ്റി ആൻഡ് ലോ ഡെൻസിറ്റി. വാട്ടേഴ്സ് ഹൈ വിസ്കോസിറ്റി, വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ, എന്നാലോചിച്ചോ, ഫ്രിക്ഷൻ ഹൈ ആണ് ഏതിന്? വെള്ളത്തിന്. ഏതിനേക്കാളും? ലാൻഡിനേക്കാളും. തെറ്റല്ലേ? ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. ഹൈ വിസ്കോസിറ്റി അല്ല, പകരം എന്താണ്? ലോ വിസ്കസ് ആയതുകൊണ്ടാണ് നമ്മൾ വാട്ടറിനെ എന്ത് ചെയ്യുന്നത്? പ്രിഫർ ചെയ്യുന്നത്. ഒരു ലാൻഡിൽ ഇതിനേക്കാളും കുറഞ്ഞ ഫ്രിക്ഷൻ എവിടെ ഉണ്ടാവുള്ളൂ? വെള്ളത്തിൽ എന്ത് ചെയ്യുന്നുള്ളൂ? കാരണം ഹാർഡ് സ്ട്രോങ് ആയിട്ടുള്ള സർഫസും മറ്റേത് എന്താണ് വെള്ളമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോങ് ഹൈ ഡെൻസിറ്റി ഉള്ള ഏരിയ ആണ്. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ബേസിക് ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? വാട്ടേഴ്സ് ലോ വിസ്കോസിറ്റി ആണ് എന്ത്, ഹൈ ഡെൻസിറ്റി ആണ് എന്ത് ചെയ്യുന്നത്? അലൗ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 1 തെറ്റായിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് A, C, D, B ഉത്തരത്തിലേക്ക് എത്താം. ഓക്കെ, ഞാൻ പറയുന്നത്, ഞാൻ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് അതിന്റെ ഇത് ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ആ ബേസിക് തോട്ട് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വീണ്ടും വീണ്ടും നമ്മൾ വിളിക്കേണ്ടത്. ക്വസ്റ്റ്യൻ വായിക്കുക, 1-2 തവണ വായിക്കുക, ചിന്തിക്കുക, വളരെ കൂൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഉത്തരത്തിലേക്ക് നമ്മൾ വളരെ ബേസിക് ആയിട്ട്. ഞാനിവിടെ ഹ്യൂമൻ സയൻസ് ഒന്നും ഹ്യൂമങ്കസ് ആയിട്ടുള്ള ഒരു സയൻസ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എന്ത് സയൻസേ ഞാൻ ഉപയോഗിച്ചുള്ളൂ? വെള്ളത്തിന് ഫ്രിക്ഷൻ കൂടുതലാണോ ഇല്ലയോ, വിസ്കസിറ്റി കൂടുതലാണോ ഇല്ലയോ, അതിലേക്ക് നമുക്ക് എന്തിലേക്ക് എത്താം? ഉത്തരത്തിലേക്ക് എത്താം. ഓക്കെ, സോ ഉത്തരം എന്താണ്? B, 2, 3 ആണ് ഉത്തരം വരിക. അടുത്ത് ഇൻഡസ് വാലി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ഒന്ന് ആലോചിച്ച് നോക്ക്. മില്ലറ്റ്സ് ഹാവ് ബീൻ ഫൗണ്ട് അറ്റ് ഹരപ്പൻ സൈറ്റ്സ് എസ്പെഷ്യലി ഇൻ ഗുജറാത്ത്. ഓക്കെ, ആവാം, മില്ലറ്റ്സ് ഉണ്ടാവാം, ബാർലി ഉണ്ടാവാം, വീറ്റ് ഉണ്ടാവും. രണ്ടാമത്തെ നോക്ക്. റൈസ് വാസ് ദ സ്റ്റേബിൾ ഗ്രെയിൻ കൺസ്യൂംഡ് അക്രോസ് ഓൾ ഹരപ്പൻ സെറ്റിൽമെന്റ്സ്. ഇവിടെയാണ് നിങ്ങളുടെ അപ്ലൈഡ് ആയിട്ടുള്ള നോളജ് വരേണ്ടത്. നോക്ക്, നിങ്ങൾ റൈസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് എപ്പോഴാണ് കേൾക്കുന്നത്? നിങ്ങൾ ഒരു ലേറ്റർ വേദിക്കിന് ശേഷം ഗംഗാട്ടിക് വാലിയുടെ ഭാഗത്താണ് നമ്മൾ എന്ത് കാണുന്നത്? കൂടുതൽ റൈസ് കാണുന്നത്. ഇൻഡസ് വാലിയിൽ റൈസ് കാണുന്നില്ല എന്നല്ല. ഫോർ എക്സാമ്പിൾ ചില റംഗ്പൂർ പോലെയുള്ള ഗുജറാത്തിലുള്ള ചില ലൊക്കേഷൻസ് ഉണ്ട്, അവിടെ എന്തുണ്ട്? റൈസ് ഹസ്കുകളൊക്കെ കണ്ടെന്ന് പറയുന്നുണ്ട്. ബട്ട് അവിടെയും നമുക്ക് സംശയം വരാതിരിക്കാൻ അവർ ക്വസ്റ്റനിൽ എന്ത് ഇട്ടിട്ടുണ്ട്? ഓൾ ഹരപ്പൻ സെറ്റിൽമെന്റ്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, റൈസ് ഒരു ഡിഫൈനിങ് ഫീച്ചർ അല്ലായിരുന്നു ആരുടെ? IBCയുടെ. ഈ അപ്ലൈഡ് നോളജിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. 2 തെറ്റാന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1 B പോയി, C പോയി, D പോയി, നമുക്ക് 1 and 3 ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഹരപ്പൻസ് കൺസ്യൂംഡ് ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് വൈൽഡ് ആനിമൽ പ്രോഡക്ട്സ് ഇൻക്ലൂഡിംഗ് ഫിഷ് ആൻഡ് ഫൗൾ. ഹരപ്പൻ കൾച്ചർ ഡിഡ് നോട്ട് എക്സ്റ്റെൻഡ് ടു റീജിയൻ പ്രീവിയസ്ലി ഓക്യുപൈഡ് ബൈ ഏർലി ഹാൻസൺ. തെറ്റാണ്. 1 and 3 ആണ് ഉത്തരം വരിക. ഇവിടെ നമ്മൾ എന്താണ് ഉപയോഗിച്ചത്? നമ്മുടെ ബേസിക് പ്രിമൈസ് ഏതാണ്? റൈസിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ കേൾക്കുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ പ്രൊഡോമിനന്റ്ലി എവിടെയാണ് ആവുന്നത്? ലേറ്റർ വേദിക് സൊസൈറ്റീസിലാണ്. അതുകൊണ്ടാണ് ജനറലി നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ IBCയിൽ റൈസിന്റെ അധികം നമ്മൾ സംസാരിക്കുന്നത്. നേരെ വീറ്റ്, ബാർലി, മില്ലറ്റുകളൊക്കെ എന്താണ് ഉണ്ടെന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാവുന്ന ലോജിക്കൽ പ്രിമൈസ് എന്താണ്? അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്ലൈ ഇടുന്ന രീതിയിൽ നമ്മൾ എടുക്കുന്നത്. സൂഫി ഇതായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ബേസിക്കലി ശ്രദ്ധിച്ചു നോക്ക്. ഇൻ സൂഫി ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈഫ് ദ ഷെയ്ഖ് എൻറോൾഡ് ഡിസൈപ്പിൾസ് ആൻഡ് കുഡ് ഡെസിഗ്നേറ്റ് എ ഖലീഫ ആസ് എ സക്സസർ. ജനറലി നമ്മൾ സൂഫികളെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ബാബ ഫരീദ്,
അല്ലെങ്കിൽ എന്താണ് നിസാമുദ്ദീൻ ഔലിയ, ഓക്കെ, അല്ലെങ്കിൽ മൊയിനുദ്ദീൻ ചിസ്തി. നമുക്ക് എന്താണ്, നമ്മൾ എപ്പോഴും സെയിന്റുകളുടെ പേരാണ് കേൾക്കുക. ആ സെയിന്റ് എന്ത് ചെയ്യുന്നു, അവർക്ക് എന്തുണ്ട്, എൻറോൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അതും എങ്ങനെ നമ്മൾ ഉറപ്പുവരുത്തുക? ഇപ്പൊ നമുക്ക് ഒരു സെയിന്റ്, ഇപ്പൊ മൊയിനുദ്ദീൻ ചിസ്തിക്ക് എന്തുണ്ട്, ഒരു കുറച്ച് സെറ്റ് ഓഫ് ഡിസൈപ്പിൾസ് ഉണ്ട്. അടുത്ത സെറ്റ് ആരാണ് വരുന്നത്, അടുത്ത സക്സസർ ആയിട്ട് വരുന്നത് അവരുടെ ആ പഠിപ്പിക്കുന്ന ഡിസൈപ്പിൾസിൽ ഒരാളാണ് എന്ത് ചെയ്യുക, ഇതായിട്ട് വരിക. നമ്മളൊരു ബേസിക് ലോജിക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, സാധനം വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. Sufi silsilas largely crystallized across Islamic world by the 12th century. അവിടെ നമുക്ക് സംശയം വരാം, എന്താണ് 12th സെഞ്ചുറി ആണോ, ക്രിസ്റ്റലൈസ് ആയോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്താ ആലോചിക്കുക, ഇന്ത്യൻ ചരിത്രം ആലോചിക്കുക. ഇന്ത്യൻ ചരിത്രത്തിൽ ആ 12ാം 13ാം നൂറ്റാണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു സെൻസ് എന്താണ്, ജനറലി ഈ ഇസ്ലാമിക് റെവല്യൂഷൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഭയങ്കര കാര്യമായിട്ട് വരുന്നു. നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണ് 1194 ആക്കി ആകുമ്പോഴത്തേക്കും നമ്മുടെ എന്ത് വരുന്നു, ഗുരുദമ്പ നമ്മുടെ ഇവര് നമ്മുടെ ഇങ്ങോട്ട് ആർക്ക് വരുന്നു, സ്ലേവ് ഡൈനാസ്റ്റി എന്ത് ചെയ്യുന്നു, വരുന്നു. അപ്പൊ നമുക്ക് ജനറലി എന്താണ്, അതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം അവർ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ലോകത്താകമാൻ അവരൊരു പവർ ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ സൂഫി എന്താണ് അവിടെ ഉണ്ടെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. പക്ഷെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെയാണ് എനിക്ക് ചിന്തിക്കാൻ വേണ്ടി വരേണ്ടത്. Pilgrimage to Sheikh's tomb on his death anniversary was discouraged as it promoted worldly petitions. Only spiritual benefits were sought in orthodox practice. ഇവിടെയാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഒബ്സർവേഷൻ നമ്മൾ വരേണ്ടത്. ഒന്ന് നോക്കി നോക്ക്, നമുക്കിപ്പം സൂഫി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വന്ന പിക്ചർ എന്താണ്, ദർഗകളാണ്, ദർഗകളുടെ അകത്തുള്ള സിയാറത്തുകളാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ അജ്മേർ, ഡൽഹി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡിൽ സൂഫി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ആ പിലിഗ്രിമേജും ആ ഒരു ആസ്പെക്ട് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് അതിന് കോൺട്രഡിക്ടറി ആണ്. നിങ്ങളുടെ ഓർമ്മയിൽ മറ്റേ ഫേമസ് ആയിട്ടുള്ള പാട്ടൊക്കെ ഉണ്ടാവും, കുൻഫയ കുന്നകൾ. അപ്പൊ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പിക്ചർ എന്താണ് മൈൻഡിൽ, പിലിഗ്രിമേജിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു തരം പിക്ചർ ആണ് നമുക്ക് അതിൽ വരുന്നത്. നോക്ക്, പിലിഗ്രിമേജ്, ഡെത്ത് ആനിവേഴ്സറി, സിയാറത്തൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കേൾക്കാൻ പറ്റുന്നത്. അപ്പൊ എന്താണ്, അതെന്ത് ചെയ്യുന്നു, നമ്മുടെ ഒരു ബേസിക് ലോജിക്കിനെ എന്ത് ചെയ്യുന്നു, ഈ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുന്നു, നെഗേറ്റ് ചെയ്യുന്നു. അങ്ങനെ ആലോചിച്ച് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നു. ഈ 3 തെറ്റായിട്ട് എടുക്കുന്നു, എയും ബിയും കറക്റ്റ് ആയിട്ട് എടുക്കണം, only 2 ആണ് നമുക്ക് ഉത്തരമായിട്ട് വരിക. ഞാൻ പറയുന്നത് എല്ലാ ക്വസ്റ്റ്യൻസിലും എല്ലാത്തിലും ഇപ്പൊ പോസിബിൾ ആണെന്നല്ല. ഇപ്പൊ ഹോണസ്റ്റ്ലി ഞാനിത് പഠിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ പറയാന്ന് പറയുന്നതാണ്. ബട്ട് എക്സാം ഹാളിൽ ഇതൊന്നും എന്താവണമെന്നില്ല, പോസിബിൾ ആവുന്നില്ല. പക്ഷെ എല്ലാ 10 ക്വസ്റ്റ്യനിലും ഇത് അപ്ലൈ ചെയ്യുന്നല്ല പറയുന്നത്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നോളജ് റീകോൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തേക്ക് കടത്തുന്നത് എന്താണ്, നമ്മുടെ ഈ തോട്ട് ക്രിട്ടിക്കൽ തിങ്കിങ് പ്രോസസ് ആണ്. ആ തിങ്കിങ് പ്രോസസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. പലർക്കും പല അനുഭവങ്ങളായിരിക്കും, പല ചിന്തകളായിരിക്കും. ആ ചിന്തകളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്ക്. ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഡയസ്ട്രോഫിസം? ഡയസ്ട്രോഫിസം എന്താ നമുക്കറിയാം. ഡയസ്ട്രോഫിസം എന്ന് പറഞ്ഞാൽ സ്ലോ മൂവ്മെന്റ്സ് ആണ്. ഇനി ഒന്ന് ചിന്തിച്ച് നോക്ക്. മൗണ്ടൻ ബിൽഡിംഗ്, വാർപ്പിംഗ്, earthquakes, weathering of rocks, horizontal movements of crustal plates. ഒന്ന് ചിന്തിച്ച് നോക്ക്. ആദ്യം ഞാൻ ഏതെടുത്ത് റിമൂവ് ചെയ്യും, അപ്ലൈഡ് ആയിട്ട് വെതറിംഗ് ആണ്. കാരണം എന്തുകൊണ്ടാണ്, വെതറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആസിഡ്സ് അത് എൻഡോജനിക് അല്ല, എക്സോജനിക് ആണ്. ഓക്കെ, അപ്പൊ അത് ഞാൻ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. ഇനി earthquake, ഇഫ് ഇറ്റ്സ് നോട്ട് സ്ലോ ആണ് ഡെഫിനറ്റ്ലി പറയുകയാണെങ്കിൽ, അതായത് ബിൽഡപ്പ് ഓഫ് earthquake ആണെങ്കിൽ നമുക്ക് അതിനെ ഡയസ്ട്രോഫിക് ആയിട്ട് എടുക്കാം. ബട്ട് അല്ലെങ്കിൽ earthquake എന്താണ്, സഡൻ മൂവ്മെന്റ് ആണ്, നമുക്ക് അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, ഡയസ്ട്രോഫിക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഡയസ്ട്രോഫിക്കിന്റെ അർത്ഥവും നമ്മുടെ ലോജിക്കും അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് പറയാം, മൗണ്ടൻ ബിൽഡിംഗ് അല്ലെങ്കിൽ ഓറോജനി, വാർപ്പിംഗ്, പിന്നെ ഹൊറിസോണ്ടൽ മൂവ്മെന്റ്സ് ഓഫ് ക്രസ്റ്റൽ പ്ലേറ്റ്സ് എന്താണ്, ഡയസ്ട്രോഫിസം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ 1, 2, 5 ആണ് ഉത്തരം വരിക. only 3 ആണ് ഉത്തരം വരിക. നമ്മുടെ ബേസിക് കൺസെപ്റ്റ് ആണ് എന്തെന്നുള്ളത്, എൻഡോജെനറ്റിക്, എക്സോജനിക്. എൻഡോജനിക്ക് തന്നെ നമുക്ക് ഡയസ്ട്രോഫിസം ഉണ്ട്, സഡൻ മൂവ്മെന്റ്സ് ഉണ്ട്. എൻഡോജനിക് എന്ന് പറയുമ്പോൾ പ്ലേറ്റ് ലെവലിലാണ്, എക്സോജനിക് എന്ന് പറഞ്ഞാൽ സർഫസിന്റെ അഭാവമാണ്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. ഓക്കെ, ഓൾ ടുഗെദർ ഐ ഹോപ്പ് ദി ഡിസ്കഷൻ വാസ് ഗുഡ്. ബട്ട് എന്താണ്, നിങ്ങൾക്ക് എന്താണ് ഇതിന് മനസ്സിലാവുക? ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നോക്ക്, നമ്മൾ ഇന്ന് നമ്മൾ ഗാലറിയിൽ നടത്തിയ ടെസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്ലൈഡ് അണ്ടർസ്റ്റാൻഡിംഗിൽ നിന്നായിരുന്നു നമ്മൾ എന്ത് ചെയ്യേണ്ടത്, 57ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഇതിന്റെ കംപ്ലീറ്റ് ഡിസ്കഷൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ എന്താണ്, 57 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത്. പ്യൂർ ലോജിക് വെച്ച് ഏകദേശം 20 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുക. അതായത് നമുക്ക് അറിയില്ലെങ്കിൽ ഒരു ലോജിക്കൽ എലമെന്റ് ഒരു 20, മോർ ഓർ ലെസ് ആണ്. ഇതൊക്കെ എല്ലാവർക്കും വേരി ചെയ്യാം. ഇത് എനിക്കാണ് ഇങ്ങനെ, എല്ലാവർക്കും എന്തായിരിക്കും വേരി ചെയ്യാം. നോളജ് വെച്ചൊരു 20 ക്വസ്റ്റ്യൻ ആയിരിക്കും. ജഡ്ജ്മെന്റ് വെച്ചൊരു 3-4 ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് എന്താണ് ഇതെങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുന്നുള്ള. ഇനി നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് എങ്ങനെ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാ വീക്കും ഇനി എന്തുണ്ടാവും, ടെസ്റ്റുകൾ ഉണ്ടാവും. ഈ ടെസ്റ്റുകളുള്ള സമയത്ത് നിങ്ങൾ ഏത് ടെസ്റ്റ് സീരീസ് എടുത്താലും ഈ ഒരു അവസ്ഥയായിരിക്കും നമുക്ക് ഉണ്ടാവുക. നമുക്ക് എല്ലാ തരം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഏതൊരു ടെസ്റ്റ് എടുത്താലും നിങ്ങളുടെ അപ്രോച്ച് എന്തായിരിക്കണം, അടുത്ത ആഴ്ച ടെസ്റ്റ് ആണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ലോജിക്കും തിങ്കിങ്ങും ഇതും ഒക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ബെയർലി
ഈ ക്വസ്റ്റ്യൻ ചിന്തിച്ച പോലല്ല, ചെയ്ത പോലല്ല. ദർ ഇസ് എ റോങ് മിസ്കൺസെപ്ഷൻ ദാറ്റ് എന്താണ് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പാസ്സാവുന്ന അല്ല. ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്യുന്നതും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്രിട്ടിക്കലി ആലോചിച്ച് നമ്മുടെ തോട്ട് പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യുന്നത് എന്താണ്, അതിലും ഗുണം ചെയ്യും. ഓക്കെ, ക്വാളിറ്റേറ്റീവ്ലി നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, അടുത്ത ആഴ്ച നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ ടെസ്റ്റ് പോണതിന് മുമ്പ് ഇതുവരെയുള്ള ആ ഭാഗത്തിന്റെ PYQs കംപ്ലീറ്റ് ചെയ്ത് പോകാന്നുള്ളതാണ്. അതാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ പറയുന്ന സാധനങ്ങൾ നമ്മുടെ തോട്ടും മറ്റേതും ഒക്കെ എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ ഞാൻ ആദ്യം എഴുതി വെച്ചേക്കുന്നത് എന്താണ്, don't count the questions, build thinking. Each question is a mirror to your understanding, not a number on the sheet. ഷീറ്റിലുള്ള നമ്പർ എത്ര ക്വസ്റ്റ്യൻ ചെയ്തു എന്നല്ല, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഡെവലപ്പ് ആയി. ആ ക്രിട്ടിക്കാലിറ്റി എന്ത് ചെയ്യാം, മൈൻഡിൽ ഡെവലപ്പ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് കുറേ കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, എക്സാമിന് ഡെലിവർ ചെയ്യാൻ പറ്റുക. 2, ബിഫോർ എവറി ഫുൾ ടെസ്റ്റ് എല്ലാ PYQകളും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതായിട്ട് ചെയ്യാം. ഓൾ ഇൻ ഓൾ, താങ്ക് യു. ഞാൻ എന്താണ് കൺവേ ചെയ്യാൻ ശ്രമിച്ചത്, നമ്മുടെ ഇവിടെ നടന്ന ഫസ്റ്റ് ടെസ്റ്റിലെ നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ 2 റൗണ്ട് 3 റൗണ്ട്, ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 2 or 3 റൗണ്ട് ആയിട്ടാണ് ജനറലി നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസിനെ നമ്മൾ ചെയ്യുക. ആ ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു, നമുക്ക് നമ്മുടെ പ്രയർ അറിവും മറ്റൊക്കെ. 2 or 3 നിങ്ങൾ പോവുകയാണെങ്കിൽ എന്താണ്, പ്യുവർ ലോജിക്കും മറ്റേഴ്സ് നിങ്ങൾ ചെയ്യുന്നു. ബട്ട് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ബോർഡർ ലൈനിലുള്ള ഒരു 50, 60 എന്നുള്ള സ്കോറൊക്കെ എങ്ങോട്ട് കയറി വരിക, ഒരു 80, 90 എന്നുള്ള ക്വസ്റ്റിലേക്ക് വരിക. മോസ്റ്റ് 2-3 വർഷമൊക്കെ ചിലപ്പോൾ പ്രിലിംസിന് വേണ്ടി ഇരിക്കുന്നവർ എന്താണ്, ചിലപ്പോൾ കയറാത്തവർ മെയിൻലി അവർ ചിലപ്പോൾ റോങ് പ്രശ്നത്തിനായിരിക്കും സോൾവ് ചെയ്യുന്നുണ്ടാവുക, അവർ നോളജ് ഇല്ലാത്തതുകൊണ്ടാണെന്നായിരിക്കും വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല ഒരിക്കലും. നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ട്രിഗർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സെഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയുള്ള ടെസ്റ്റുകൾക്കായിട്ട് ഇനിയും നല്ല ഡിസ്കഷൻസ് ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് വരാം. താങ്ക് യു എവറിബഡി. Gallant IAS, chasing your passion to ace.